വീണ്ടും ദൈവം നമ്മളെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ദൈവത്തിൻ്റെ കരുണ ദൈവം പകർന്നല്ലോ. നാൾക്ക് നാൾ തട്ടിപ്പോകാതെ അല്ലേ, ദൈവം നമ്മെ താങ്ങി നിർത്തിയ ദൈവത്തിൻ്റെ കരുണ വലുതാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എന്നെ ഓർപ്പിച്ചു, എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ ജോഷി പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കടന്നു വന്നു എന്ന് പറഞ്ഞു. ദേവദാസൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നാണം കെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ? ഹല്ലേലൂയ. കാരണം അതൊക്കെ ആയിരുന്നു നമ്മുടെ ചരിത്രമൊക്കെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തേ. ഞാൻ പലപ്പോഴും ഓർക്കും, ഈ പെന്തക്കോസ്തിലേക്ക് വന്ന് പലരുടെയും ഇരിപ്പും പലരുടെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇതിനകത്ത് ജനിച്ചു വളർന്നതുപോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവിടെയൊക്കെ നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അവൻ സകല പത്തിയും ദൈവം വെട്ടി മാറ്റി കൊമ്പെല്ലാം കൊണ്ടുവന്ന് താഴെ കുത്തിയിട്ട ദൈവം ഇതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയത്. ആമേൻ. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആമേൻ. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. നമുക്ക് ഇന്ന് ആമേൻ പകലത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ നൽകിയ ഒരു ദൂത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ ഈ ദിവസങ്ങളിൽ എവിടെ ചെന്നാലും ആമേൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവിക ദൂതായതുകൊണ്ട് നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. അടുത്തത് യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആമേൻ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന് 1-ാമത്തെ തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവൻ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് 1-2 കാര്യങ്ങൾ പറയാം. വചനമാണ് ഇന്ന് പകൽ നമ്മെ വിടുവിക്കാൻ പോകുന്നത്. വചനം വിടുവിക്കുന്നത് പോലെ മറ്റൊന്നും നമ്മെ വിടുവിക്കത്തില്ല. വചനത്താൽ ഉള്ള വിടുതലുകൾ ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ജനം ആത്മാവിൽ കത്തി വചനം കേട്ട് ആത്മാവിൽ ബലപ്പെട്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഇന്ന് പകലിലും ദൈവം തരുന്ന അരുളപ്പാടുകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. യിരെമ്യാ പ്രവചനം വായിക്കണ്ട 5-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അവൻ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്നത് കൊണ്ട് എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ തീ ആക്കി മാറ്റും. വചനം തീയാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ആമേൻ പറയാമോ? 23-29 പറയുന്നത് ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ് അല്ലേ? പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ആമേൻ. നിങ്ങൾ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ, അരയ്ക്ക് നിങ്ങൾ ബെൽറ്റ് കെട്ടണം എന്ന്. ആമേൻ. സുരക്ഷമായ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് കർത്താവോട് പറയാണ്, ശത്രുവിനെ വെട്ടുവാൻ നിങ്ങൾ ഇരുവായുത്തലയുള്ള ആമേൻ വാളാകുന്ന വചനം നിങ്ങളുടെ കയ്യിലെടുക്കണം. അപ്പോൾ നമുക്കെതിരെ വെട്ടുകൊള്ളാതിരിപ്പാൻ, ശത്രുവിൻ്റെ ആക്രമണം ഏൽക്കാതിരിപ്പാൻ സർവായുധ വർഗമൊക്കെ നമുക്കുണ്ടെങ്കിലും അവനെ വെട്ടാൻ ദൈവം തന്നിട്ടുള്ള ഒറ്റ ആയുധം ദൈവത്തിൻ്റെ വചനമാണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. യെഹെസ്കേലിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യെഹെസ്കേലേ, നീ കാണുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കുമോ? പ്രവാചകൻ പറയുന്ന, കർത്താവേ എനിക്കറിയത്തില്ല. ഉടനെ പ്രവാചകൻ പറയാണ്, നീ ദിക്കിനോട് പ്രവചിക്കണം, തെക്കിനോടും വടക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറോടും ഒക്കെ പ്രവചിക്കണം. നീ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവചന ശബ്ദത്താൽ ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഞാൻ അവരുടെ മേൽ ജീവൻ വരുത്തും. അപ്പോൾ ദൈവവചനം എവിടെ പറയപ്പെടുന്നോ അവിടെയാണ് ശക്തി വ്യാപരിക്കുന്നത്. വചനം പറയുന്നിടത്ത് ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. വചനം പറയുന്നിടത്ത് അവൻ ആത്മാവിൻ്റെ തീ കത്തും. എമ്മവസിലേക്ക് പോയ ശിഷ്യന്മാർ ഒരുമിച്ച് പോകുമ്പോൾ അവരോട് ചേർന്ന് യേശു താനും ചേർന്ന് നടക്കുമ്പോൾ അവരോട് കർത്താവ് തിരുവചനം പറഞ്ഞുകൊണ്ടിരുന്നു. അവർ പാർത്ത മാളികമുറിയിൽ പ്രവേശിച്ചു. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കുമ്പോൾ അവിടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടത് തുറന്നു കഴിഞ്ഞു. അവിടെ സാക്ഷ്യം ഇങ്ങനെയാണ്, ആ മനുഷ്യൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കത്തിക്കൊണ്ടിരുന്നു. അപ്പൊ വചനം അകത്തു മാത്രമല്ല കത്തുന്നത്, പുറത്തും ചിലത് തീ പിടിപ്പിക്കും. എനിക്കറിയുന്നത് 18-ാമത്തെ ദിവസമല്ലേ? ഈ 18-ാമത്തെ ദിവസം ദൈവം ഈ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നറിയില്ല. 18 ദിവസമൊക്കെ അവൻ ഒരു ചർച്ച് അന്യഭാഷകളിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഈ പട്ടണത്തിൽ ഉയർന്നു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ എന്നേക്കുമായി കെട്ടഴിഞ്ഞു മാറാനിടയായിത്തീരും. ഒന്നുകൂടി പറയാം, ദൈവജനത്തിന്റെ ആരാധന, ദൈവജനം ആത്മാവിൽ ആരാധിച്ച് ദൈവസഭ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഉയരുന്ന അന്യഭാഷയും ആത്മാവിന്റെ ആരാധനയും അന്തരീക്ഷത്തിലേക്ക് ചലിച്ചിട്ട് ഈ പട്ടണത്തിൽ ഭരിക്കുന്ന ചില ദുർമന്ത്രവാദ ശക്തികൾ, ആഭിചാരത്തിന്റെ ശക്തികൾ, നമ്മുടെ ആരാധനയുടെ ശക്തിയാൽ ഇന്ന് വക ദൈവം അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്ന ദൈവജന കരമുയർച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതുകൊണ്ട് അവൻ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന ഭയങ്കര ശക്തമാണ്. ഞാൻ ഈ വായിച്ച മെസ്സേജിലോട്ട് വരുന്നതിന് മുൻപ് നിങ്ങളുടെ ഈ പ്രാർത്ഥന ചിലതിനെയൊക്കെ തൊടുന്നുണ്ട് എന്ന് ആത്മാവിനോട് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഫോർട്ട് കൊച്ചിയുടെ സാക്ഷ്യമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഗ്രഹം. ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചർച്ച തുടങ്ങുന്നത്, ഫോർട്ട് കൊച്ചി. ആമേൻ. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്തടത്ത് നിന്ന് ആമേൻ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ചർച്ചാണ് ഫോർട്ട് കൊച്ചിയിൽ. ആമേൻ. അവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾ സ്നാനപ്പെടാൻ ദൈവം അവസരം ഒരുക്കിയത്. അപ്പോൾ അവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ, ദൈവത്തിൻ്റെ സഭ അനുഗ്രഹിക്കപ്പെട്ട എന്ന നിലയിൽ ഒരു അനുഭവത്തിന് വെളിച്ചത്തിൽ പറയാം, അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ ഇതിന്റെ ചരിത്രം ദൈവം മാറ്റിയിരിക്കും. ഞാൻ പറയുന്നത് ആമൻ പ്രൊഫഷണൽസുകളെ കൊണ്ട് സഭ അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ, കീബോർഡ് വായിക്കാൻ വേണ്ടി വന്ന ആരൊക്കെയോ പേര് പ്രൊഫഷണലായി കീബോർഡ് വായിച്ചു തരുന്നത് കൊണ്ട്, പാടുന്നത് കൊണ്ട് ഒരഭിഷേകം ചലിക്കണമെന്നില്ല. പകരം അഭിഷേകത്തോടെ വായിക്കുന്നവൻ വായിച്ചാൽ ദൈവസഭക്കകത്ത് ചലനമുണ്ടാകും. ഞാൻ ഒന്നുകൂടി ആ വാക്യമെന്ന് പറയുകയാണ്, അവൻ അഭിഷേകത്തോടെ പാടുന്നവൻ പാടിയാൽ അതിനകത്തൊരു ദൈവ സാന്നിധ്യം ചലിക്കും. അഭിഷേകത്തോടെ ചിലത് വിളിച്ചു പറഞ്ഞാൽ അവിടെയാ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഇതിനകത്തെ ആരാധനയുടെ നടുവില് വലിയ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്ന പാതാള ഗോപുര ശക്തികൾ ഈ 18ാമത്തെ ദിവസം അടിയറ പറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇരുകരമടിച്ച് അന്യഭാഷകളാൽ ശക്തിയോടെ ദൈവത്തെ വന്ന് സ്തുതിച്ചാരാധിച്ച് അവൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ 2 കരമടിച്ച് ശക്തിയോടെ, കരമടിച്ച് ശക്തിയോടെ അന്യഭാഷ പ്രാപിച്ച എല്ലാവരും കരമടിച്ച് ദൈവത്തെ വന്ന് സ്തുതിച്ച് ഉടമന ഹൽക്കനഗടഗജകൾ കരാതലാന ഹഫ്തൽ പ്രൗഢമന ഹൽക്കനെ റബസൈ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. നിങ്ങൾ സ്തോത്രം 1-2 കാര്യം പറയാണ് കേട്ടോ. ഈ യെഹെസ്കേൽ പ്രവചന പുസ്തകം വായിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജിലേക്ക് വരാം. യെഹെസ്കേൽ പ്രവചനം 9-ാം അധ്യായം നമ്മൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയ ഒരു പദമുണ്ട്, ദൈവദാസനെ. കർത്താവ് 7 ദൂതന്മാർ വിളിക്കുകയാണ്. 7 ദൂതന്മാർ വിളിക്കുകയാണ്. 7 ദൂതന്മാർ വിളിച്ചിട്ട് 6 പേരുടെ കയ്യിലേക്ക്, ഈ ദൂതന്മാർ 6 പേരുടെ കയ്യിലേക്ക് വെൺമഴു കൊടുക്കുകയാണ്. വെൺമഴു കൊടുക്കുകയാണ്. അവൻ 6 പേരുടെ കയ്യിലേക്ക് വെൺമഴു കൈമാറുന്നു. എന്നിട്ട് ഒരു ദൂതന് മുന്നോട്ട് വിളിച്ച് ആ ദൂതന്റെ അരയിൽ ഒരു മഷിക്കുപ്പി കെട്ടിവെക്കുന്നു. ഒരു മഷിക്കുപ്പി കെട്ടിവെക്കുന്നു. എന്നിട്ട് ഈ മഷിക്കുപ്പി കെട്ടിവെച്ച ദൂതനോട് പറയാണ്, നീ അവൻ യെരുശലേമിന്റെ തെരുവിലേക്ക് ചെല്ലണം. യെരുശലേമിന്റെ തെരുവിലേക്ക് ചെല്ലുമ്പോൾ യെരുശലേമിന്റെ മ്ലേച്ഛതകളെ കണ്ട്, യെരുശലേമിന്റെ പാപത്തെ കണ്ട് വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നെറ്റിയിൽ ഈ മഷിക്കുപ്പിയിൽ നിന്ന് മഷിയെടുത്ത് ഒരടയാളം ഇട്ടേക്കണം. ആമേൻ. ദൂത് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന ഒരു ദൈവദാസ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ അവന്റെ നെറ്റിയിൽ ഒരടയാളം ഇട്ടേക്കണം. ഹല്ലേലൂയ. ആരുടെ മേൽ അടയാളം ഇടുന്നത്? കൈകെട്ടിരിക്കുന്നവന്റെ മേലല്ല അടയാളം ഇടുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഒരടയാളം ഇടുകയാണ്. ആരാധിക്കുന്നവന്റെ മേൽ ഒരടയാളം ഇടുകയാണ്. എന്തിനാണ് ഈ അടയാളമെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ 7 പേരെ വിളിച്ച് ഒരാളുടെ കയ്യിലേക്ക് വെൺമഴു കൊടുത്തിട്ട്, അവൻ ഒരാളുടെ കൈ മഷിക്കുപ്പി കൊടുത്തിട്ട് ദൈവം പറയുന്നു, എല്ലാവരുടെ നെറ്റിയിലും എന്തിട്ടേക്കണം?
അടയാളം ഇട്ടേക്കണം. കണ്ണി കണ്ട എല്ലാവരുടെയും ഇടരുത്. പകരം പ്രാർത്ഥിക്കുന്നവരുടെ നെറ്റിയിൽ എന്തിട്ടേക്കണം? അടയാളം ഇട്ടേക്കണം. എന്നിട്ട് ബാക്കി ആറ് പേരോട് പറയുക, നിങ്ങൾ വെൺമഴു കൈ പിടിച്ച് അടയാളം കാണാത്ത സകലത്തിനെയും വെട്ടിയേക്കണം. ദൂത് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവനെ വെട്ടത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ തൊടത്തില്ല, പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് ഒരു പ്രാർത്ഥനയുള്ളിടത്തോളം, നിന്റെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നിടത്തോളം ഒരന്ധകാര വ്യാപാര ശക്തിയോ നിന്നെ തൊടുകയില്ല. അല്പസമയം ആത്മാവിൽ ആരാധിക്കേണ്ട ദൈവജന ആത്മാവിൽ ആരാധിച്ചു. അന്യഭാഷയ്ക്ക് ഞാൻ എതിരല്ല. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവജന അന്യഭാഷയിൽ ആരാധിക്കാൻ ഇന്ന് പക തയ്യാറായിക്കോ. ആരുടെയൊക്കെയോ നെറ്റിയിൽ ചില അടയാളങ്ങൾ ദൈവം ഇട്ടിട്ടുണ്ട്. ആ അടയാളങ്ങളുള്ള ഒരു മനുഷ്യനെ പോലും വെട്ടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്നെ തൊടാൻ, നിന്നെ തലമുറയെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ അന്ധകാര വ്യാപാര ശക്തിയെ ദൈവം അനുവദിക്കയില്ല. വിശ്വസിക്കുന്നവർ ഇനി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഓ റിബാന റബ സതലരദലര അൽകനതലരബ സതലര ഓ റിഗം തലരബ സതലരെ അൽകനതലരബ സന്തലര ഉടബൽകാരക സതലരെ. പോരാ നിങ്ങളുടെ ഈ ഭാഷകൾ ഇന്ന് പകൽ മാറുകയാണ്. അന്യഭാഷ പറയുന്ന ദൈവജനം അന്യഭാഷകളിലേക്ക് ദൈവം നിങ്ങളുടെ നാവിനെ ഇന്ന് പകൽ തൊടാൻ പോകുക. എവിടേക്കെയോ കെട്ടിവെച്ചത്, എവിടേക്കെയോ ശത്രു ഒതുക്കി വെച്ചത് ഇന്ന് പകൽ അഴിയപ്പെടുന്ന ഒരു പകലാക്കി ദൈവം മാറ്റട്ടെ. ഓ റിബാനബ സതലരഗദലര. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം പറയുന്ന കൂട്ടത്തിൽ ഒരു പദം കൂടി ഇങ്ങനെ പറയുക. ആമേൻ. 7 പേരെ വിളിച്ചിട്ട് 6 പേരോട് പറയുന്നു, നിങ്ങൾ പോയി എന്ത് ചെയ്തേക്കണം? വെട്ടിയേക്കണം. വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ആമേൻ. അടയാളമുള്ള ഒന്നിനെയും എന്ത് ചെയ്തേക്കരുത്? വെട്ടരുത്. അടയാളമുള്ള ഒന്നിനെയും തൊട്ടേക്കരുത്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഈ 18ാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഒരടയാളമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവദാസി, നിന്റെ മേൽ ഒരടയാളമുണ്ട്. നിന്റെ തലമുറയുടെ മേൽ ഒരടയാളമുണ്ട്. മനസ്സിലാകുന്നവർ ദൈവത്തെ വന്ന് ആരാധിച്ചേ. അഭിഷിക്തനെ, പ്രാർത്ഥിക്കുന്ന നിന്റെ മേലും പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ മേലും എന്റെ ദൈവത്തിന്റെ അടയാളം ഇന്ന് പകൽ ഇട്ടിട്ടുണ്ട്. ഒരാഭിചാരത്തിനും ഒരു മന്ത്രവാദ ശക്തികൾക്ക് ആ അടയാളമുള്ളതിനെ തൊടാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇരുകരം അടിച്ച് ഉടമന റബൽ കടകൾ ചലാദലാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന ചെറുതല്ല, നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ഈ 18ാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേൽ ഒരു പ്രവചന ദൂത് പറയുക. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ. അഭിഷിക്തനെ, അവൻ ഈ ദൈവവചനം പഠിപ്പിക്കുന്നത്, ഞാൻ മെസ്സേജിലോട്ട് വരാൻ കേട്ടോ. ദൈവവചനം പഠിപ്പിക്കുന്നത് അവൻ ഒരു ദൈവഭക്തന്, ഒരു ദൈവഭക്തന് അറ്റ്ലീസ്റ്റ് 2 ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന ബൈബിള് പഠിപ്പിക്കുന്നത്. എത്ര ദൂതന്മാർ? 2 ദൂതന്മാർ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. അറ്റ്ലീസ്റ്റ് 2 ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. അച്ഛാ, 2 ദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തിനാ ഈ 2 ദൂതന്മാർ? ഒരു ദൂതൻ എന്തിനാന്ന് ചോദിച്ചാൽ, നിന്റെ കാല് കല്ലിത്തട്ടി പോകാതിരിക്കേണ്ടതിന്, കരങ്ങളിൽ വഹിക്കേണ്ടതിന്, നിനക്കെതിരെ ഇടംവലം തിരിയുമ്പോൾ തൊടുത്തുവിടുന്ന ശത്രുവിന്റെ അമ്പുകളെ കെടുത്തേണ്ടതിന്, അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്, നിനക്കെതിരെ കയറി വരുന്ന ശത്രുവിന്റെ പോരാട്ടത്തിന്റെ നടുവില് നിന്നെ ജയത്തോടെ നിർത്തേണ്ടതിന്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ദൈവത്തിന്റെ ദൂതന്മാർ പാളയമിറങ്ങി നിന്നെ വിടുവിക്കുന്നു. ആമേൻ, ആമേൻ. എന്റെ ദൂത് അവൻ ഒരല്പം ഒന്ന് മാറിപ്പോകുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ തിരിച്ചു വരാം കേട്ടോ, തിരിച്ചു വരാം. അവൻ ഒരു ദൂതനുണ്ട്. അഭിഷിക്തനെ, നിങ്ങൾക്കെതിരെ വരുന്ന പ്രതിസന്ധിയും പ്രതികൂലങ്ങളും യുദ്ധത്തിന്റെ ആമൻ ആരാവാരവും കൂടി വരുമ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന ദൂതൻ ഒറ്റക്കല്ല നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ബൈബിൾ പറയുന്നു, ശത്രു എനിക്കെതിരെ കയറി വരുമ്പോൾ ദൂതന്മാർ പാളയമിറങ്ങി നിന്നെ വിടുവിക്കും.
എന്ന് വെച്ചാൽ ഒരു ദൂതനെ എനിക്ക് കാവലുള്ളെങ്കിലും ആമൻ എനിക്കെതിരെ വരുന്ന പോരാട്ടത്തിന്റെ വ്യാപാരം കൂടി വന്നാൽ സ്വർഗത്തിലെ ഒരു ദൂതനല്ല, ആയിരക്കണക്കിന് ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറക്കി യുദ്ധം ചെയ്യാൻ ഇന്ന് പകൽ എന്റെ ദൈവം ശക്തനാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വാക്യം എന്ന് പറയട്ടെ. അതിന്റെ എത്ര ദൂതന്മാരുണ്ട്? 2 ദൂതന്മാരുണ്ട്. എന്തിനാ ഒരു ദൂതൻ നമ്മെ സംരക്ഷണ ചെയ്യേണ്ടതിന്, നമ്മെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി. ഇനി മറ്റൊരു ദൂതനുണ്ട് കൂടെ, 2 ദൂതൻ, മറ്റൊരു ദൂതനുണ്ട്. ഈ ദൂതന്റെ പരിപാടി എന്നാന്ന് ഈ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. പ്ലീസ് അത് മാത്രം ഒന്നെടുക്കാമോ? അപ്പൊ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ ആ പദം തൊടുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-2 വേദവാക്യങ്ങൾ. ആ ആ 19-ാമത്തെ ദിവസം അല്ലേ? ആ ഓക്കെ, വായിച്ചോ. ആ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 1-ാമത്തെ വാക്യം. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. അരമണിക്കൂർ നേരം എന്തുണ്ടായി? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്വർഗത്തിൽ എപ്പോഴെങ്കിലും മൗനതയുണ്ടോ? 24 അവേഴ്സും ആരാധനയല്ലേ? അല്ലേ? ദൈവത്തിന്റെ ദൂതന്മാർ കോടാനുകോടി, ലക്ഷോപലക്ഷം ദൂതന്മാർ 24 മണിക്കൂറും രാപ്പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, അല്ലേ? ശരിയല്ലേ? 24 മണിക്കൂറും ആരാധിക്കുന്നു. സ്വർഗത്തിൽ മൗനതയുണ്ടോ? 24 അവേഴ്സും ആരാധനയല്ലേ? ഒരു സെക്കൻഡിലും ആരാധനയല്ലേ? പക്ഷെ യോഹന്നാൻ കാണുന്നത് അവൻ സ്വർഗത്തിൽ ഒരു വലിയ ശാന്തത, സ്വർഗത്തിൽ വലിയ ഒരു മൗനതയുണ്ടാകിയാൽ. എന്താണ് ഈ ശാന്തതയ്ക്ക് കാരണമെന്ന് ഞാൻ അടുത്ത വാക്യത്തോട് തെളിയിച്ചിട്ട് എന്റെ മെസ്സേജിലേക്ക് വരാം. വായിച്ച ദൈവദാസി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അടുത്തത് മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. അപ്പോ ഈ ശാന്തത ഉണ്ടാകാൻ കാര്യം എന്റെ ദൂത കേട്ടോ. അവൻ ഈ സ്വർഗത്തിലെ ഒരു വലിയ ശാന്തത ഉണ്ടാകാൻ കാര്യം എന്നാണെന്നറിയാമോ? ഈ കോടാനുകോടി ലക്ഷോപലക്ഷം ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയുടെ നടുവിലേക്ക് ഒരു ദൂതൻ ഇതാ കയറി വന്നിരിക്കുന്നു. ആന്റി, ആ ദൂതന്റെ കയ്യിൽ പ്ലാസ്റ്റിക് സഞ്ചിയല്ല, പകരം സ്വർണ്ണ ധൂപ കലശം. എന്താണ് സ്വർണ്ണ ധൂപകലശം? ഞാൻ ഒരു ദൂതൂടി പറയാ. ഈ ദൂതന്റെ കയ്യിലെ ധൂപകലശം എന്താണെന്ന് ഒറ്റവാക്കി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാം. അല്ലേ? എന്താ ഈ ധൂപകലശം? നമ്മുടെ വീട്ടിലെല്ലാം ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരുപാട് ബാഗുണ്ട് അല്ലേ? മീൻ മേടിക്കാൻ നമുക്കൊരു ബാഗുണ്ട് അല്ലേ? പച്ചക്കറി മേടിക്കാൻ മറ്റൊരു ബാഗുണ്ട്. പച്ചക്കറി മേടിക്കുന്ന ബാഗിനകത്ത് നമ്മൾ ഒരിക്കലും മീൻ വാങ്ങിക്കാറില്ല. മീൻ വാങ്ങിക്കുന്ന ബാഗിനകത്ത് ഒരിക്കലും അരി വാങ്ങിക്കാറില്ല. സെപ്പറേറ്റ് ബാഗ് നമ്മൾ എല്ലാറ്റിനും ഉപയോഗിക്കും അല്ലേ? അങ്ങനെയാണെങ്കിലേ ഈ ദൂതന്റെ കയ്യിലിരിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചിയല്ല, പകരം എന്നാ? സ്വർണത്തിന്റെ ധൂപകലശം. ഇനി ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ ഈ ധൂപകലശം കൊണ്ട് വന്നത്? പറയാ. അവൻ ഭൂമിയിലിരുന്ന് ഒരു ഭക്തൻ ദൈവസേന ഇടിവിൽ നിന്ന് കരയുമ്പോൾ അവന്റെ പ്രാർത്ഥന വിഷയം കളക്ട് ചെയ്യാൻ ആ ധൂപകലശം. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നറിയില്ല. ദൈവ പൈതലേ, നീ ഇരിക്കുന്ന മുറിക്കകത്തിരുന്ന് നീ ദൈവസേന വാവിട്ട് കരയുമ്പോൾ നിന്റെ പ്രാർത്ഥന വിഷയ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്തല്ല കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്, ഒരു ധൂപകലശമായി. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത്രയും വിലയേറിയതാണ്. ഹല്ലേലൂയ! നിന്റെയും എന്റെയും പ്രാർത്ഥന ശക്തമാണ്. അത് വില കുറഞ്ഞതല്ല, അത് വിലയേറിയ പ്രാർത്ഥനയാണ്. അച്ഛാ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആർക്കെങ്കിലും അത് മനസ്സിലാകാതെ പോയാൽ ആമേൻ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ ആക്കി തരാം. ഈ ദൂതന്റെ കയ്യിലെ ഈ സ്വർണ്ണ ധൂപകലശം എന്നാന്നറിയാമോ? വിശുദ്ധന്മാർ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന വിഷയം ഏറ്റെടുക്കുന്നതാണ് എന്ത്?
ധൂപകലശം. എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. മീൻ മേടിക്കുന്ന ബാസ്ക്കറ്റിനകത്തല്ല എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ഒരു ഭക്തന്റെ പ്രാർത്ഥന എടുക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി അല്ല, ധൂപകലശം. എങ്ങനെ? സ്വർണത്തിന്റെ ധൂപകലശം. മനസ്സിലായോ? അപ്പൊ വിശുദ്ധന്റെ പ്രാർത്ഥന ഏറ്റുവാങ്ങാൻ സ്വർഗത്തിലെ ദൂതന്റെ കയ്യിൽ എന്താ ഉള്ളേ? സ്വർണ്ണ ധൂപകലശം. ഇനി ഞാൻ ചോദിക്കുക, നിന്റെ പ്രാർത്ഥന ചെറുതാണോ വലുതാണോ? നിങ്ങളുടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന പ്ലാസ്റ്റിക് കുപ്പിക്കകത്തല്ല ദൂതൻ കൊണ്ടുപോകുന്നത്, സ്വർണ്ണ ധൂപകലശത്തിനകത്താ. ഇനി ആ പിക്ചറ് ഞാൻ അങ്ങ് ആത്മാവിൽ അങ്ങ് പറയാ കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോ നല്ല പേരാ, ആമേൻ. ഗ്ലോറി ആന്റി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയവും കൊണ്ട് ഒരു ദൂതൻ അങ്ങ് സ്വർഗത്തിലേക്ക് ചെല്ലുകയാ. അപ്പോ ഈ സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുന്ന പോലെയല്ല, 24 അവേഴ്സും നമ്മൾ ഇരിക്കുന്ന പോലെ കയ്യും കെട്ടിയല്ല ഇരിക്കുന്നത്. രണ്ടുകൊണ്ട് മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിലെ ആരാധന നമ്മുടെ ഒരു പെന്തക്കോസ്ത് ചർച്ചിലും ഇല്ല. എങ്ങനെയാണെന്നറിയാമോ? തകർത്ത ഈടി മുഴക്കം പോലെ. അല്ലേ? എങ്ങനെയാ ആരാധിക്കുന്നത്? തകർത്ത ഇടി അങ്ങനെ ആരാധന. അപ്പൊ തകർത്ത ഇടി മുഴക്കം പോലെ ആരാധന കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദൂതൻ ധൂപകലശം കൊണ്ട് കേറി ചെന്നതും ആ സെക്കൻഡിൽ എല്ലാ ദൂതന്മാരും ശാന്തമായി. അങ്ങനെയല്ലേ? ഒന്നാം വാക്യം അല്ലേ? സ്വർഗത്തിൽ ഒരു അരമണിക്കൂർ എന്നുണ്ടായി ഒരു മൗനത. എന്താ ഈ മൗനത? ഗ്ലോറി ആന്റി പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം ഈ സ്വർണ്ണ ധൂപകലശത്തിൽ ദൂതൻ അങ്ങ് കേറി ചെന്നപ്പോ സ്വർഗം ശാന്തമായി. ഹല്ലേലൂയ. സ്വർഗം സൈലന്റ് ആയി. ഇനി അടുത്ത കാര്യം പറയാം. ഈ സ്വർഗത്തിലെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ സ്വർഗം സൈലന്റ് ആയി. അപ്പൊ ദൂതന്റെ കയ്യിൽ എന്താ ഉള്ളേ? അങ്ങനെ ഈ സൈലന്റ് ആയി നിൽക്കുന്ന ഈ വർഷിപ്പിന്റെ നടുവിലേക്ക്, സിംഹാസനത്തിന് മുമ്പിലേക്ക് ഈ ദൂതൻ ഗ്ലോറി ആന്റിയുടെ പ്രാർത്ഥന വിഷയമുള്ള ധൂപകലശം കൊണ്ടങ്ങ് ചെല്ലും. അവിടെ മുന്നിൽ ഒരു യാഗപീഠത്തിൽ ഇങ്ങനെ യാഗപീഠം കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്വതന്ത്രം പറഞ്ഞേ, എങ്ങനെ ഇരിക്കുക? കത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടുത്ത ദൂത് ഈ അല്ലെങ്കിൽ ഈ യാഗപീഠത്തിൽ കത്തുന്ന തീക്കകത്തേക്ക് ഈ സ്വർണ്ണ ധൂപകലശത്തിൽ ഗ്ലോറി ആന്റിയുടെ പ്രാർത്ഥന വിഷയമില്ലേ, അത് കൊണ്ടുപോയിട്ട് ദൂതൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കത്തുന്ന യാഗപീഠത്തിലേക്ക് എറിയും. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രാർത്ഥിക്കോ സംഭവിക്കുന്ന ഞാൻ പറയുന്നത്. അപ്പോ ഈ സ്വർണ്ണ ധൂപകലശത്തിൽ കൊണ്ടുപോയ വിഷയം ദൂതൻ എന്ത് ചെയ്യും? കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിലേക്ക് ഇടും. ഈ യാഗപീഠം എന്നാ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ കത്തുന്ന യാഗപീഠം. ആമേ. എന്നിട്ട് ഈ വിഷയമെല്ലാം ഈ സ്വർണ്ണ ധൂപകലശത്തിലാക്കി ഇതിനകത്ത് കൊണ്ടുപോയി ഇടും. അപ്പൊ ഗ്ലോറി ആന്റിയുടെ വിഷയം ഇപ്പൊ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന വിഷയത്തിനകത്തായി. ഇനി അടുത്തത്, അപ്പോൾ ഈ ആന്റിയുടെ വിഷയവും ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥന വിഷയവും ഈ തീക്കകത്ത് കിടന്ന് കത്തും. ആ പ്രാർത്ഥന വിഷയം അവിടെ കിടന്ന് കത്തുമ്പോൾ കരിക്കേണ്ടതിനൊക്കെ കരിക്കും, നിർമൂലമാക്കേണ്ടതിനൊക്കെ നിർമൂലമാക്കും. ഹല്ലേലൂയ. അവൻ അടുത്ത ദൂത് പറയാ. ഇനി അതിനേക്കാൾ രസം എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിഷയം കൊണ്ടുപോയി യാഗപീഠത്തിലെ തീക്കകത്തിട്ടില്ലേ, ആ തീക്കകത്ത് ഇങ്ങനെ കിടന്ന് ഇത് കത്തും. കുറച്ച് കഴിയുമ്പോ ഒരു ദൂതം വന്നിട്ട് അതിനകത്തുനിന്ന് ഈ കത്തിയ പ്രാർത്ഥന വിഷയത്തിന്റെ കനൽക്കട്ട ഇങ്ങനെ കോരിയെടുക്കും. എന്ത് ചെയ്യും? കോരിയെടുക്കും. എന്നിട്ട് അടുത്തൊരു കാര്യം, ഈ കോരിയെടുത്ത കനൽക്കട്ട ഭൂമിയിലേക്ക് വെതറും.
അതെന്തിനാന്നറിയാമോ? നീ ഇവിടെ ഇരുന്ന് കാനഡയിലെ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അത് അവിടേക്ക് ചെന്ന് വീഴും. ഓസ്ട്രേലിയയിലെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അത് അവിടേക്ക് ചെന്ന് വീഴും. ഇന്ന് പകൽ ഈ 19ാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരത്ഭുത മറുപടി ദൈവം എറിയാൻ പോകുക. കരമടിച്ച് ആരാധിക്കണവർ ഇന്ന് പകൽ കരമടിച്ച് ആരാധിച്ചോ. ആ ഉറപ്പുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എഴുന്നേറ്റ് തുള്ളിച്ചാടണമെങ്കിൽ തുള്ളിച്ചാടി, ആത്മാവിൽ നൃത്തം ചെയ്യണമെങ്കിൽ ആത്മാവിൽ നൃത്തം ചെയ്ത് ഇന്ന് പകൽ ആരാധിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ചലിക്കട്ടെ. നിന്റെ പ്രാർത്ഥന ഇന്ന് പകൽ അതിശക്തമായി ആരാ പറഞ്ഞത് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന്? ആരാ പറഞ്ഞത് നിന്റെ കണ്ണുനീരിന് മറുപടിയില്ലെന്ന്? പരിശുദ്ധന പറയുന്നു നിന്റെ പ്രാർത്ഥന വിഷയത്തിന് ദൈവത്തിന് മഞ്ഞും മഴയും 19ാമത്തെ പകൽ ദൈവം അഴക്കുന്നു. ആരുടെയൊക്കെ കുടുംബത്തിന് നോക്കി ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ ദുഷ്ടൻ കെട്ടിവെച്ചത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് പൊട്ടിക്കുക. Oh Shabala Tala Radalana Alkana Tela Rabase Alkana Tela Regadana ആത്മാവിന്റെ തീക തട്ടെ, ആത്മാവിന്റെ തീക തട്ടെ. ഈ 19ാമത്തെ ദിവസം തീക തട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ആത്മാവ് ചലിച്ചാൽ, ആത്മസാന്നിധ്യം ചലിച്ചാൽ, ആത്മാവിന്റെ കൃപ ചലിച്ചാൽ നിങ്ങളെ വിട്ടുപടി. ഇന്ന് പകൽ ഒരു വലിയ വിടുതലിന്റെ പകലായി മാറട്ടെ. അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. ഈ ഉപവാസം തീരുന്നതിന് മുൻപ് പട്ടണത്തിന്റെ വിടുതൽ, ഉപവാസം തീരുന്നതിന് മുൻപ് ദേശത്തിന്റെ വിടുതൽ, ഉപവാസം തീരുന്നതിന് മുൻപ് തലമുറയുടെ മേൽ വിടുതൽ. Shabana tala raga santala dalana halkana tala raga sante regal kadagadana. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറ. അവൻ ഒരു അസാധാരണ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽ നിങ്ങളുടെ മേലും എൻ്റെ മേലും ചലിക്കട്ടെ. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ അതുകൊണ്ട് ഈ ദൂത് പറയുന്നത്, ചില അടയാളങ്ങൾ ദൈവം നിനക്ക് തരാൻ പോകുക. ചില അടയാളങ്ങൾ ദൈവം നിനക്ക് തരാൻ പോകുക. ഹല്ലേലൂയ. ചില അടയാളങ്ങൾ ദൈവം നിനക്ക് തരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? അമ്മേ, ഞാനിങ്ങനെ പറയുകയാണ്, നന്മയ്ക്കായി ചില അടയാളങ്ങൾ അഭിഷിക്തനെ ഈ 19ാമത്തെ ദിവസം ദൈവസഭയ്ക്ക് ദൈവം കൈമാറാൻ പോകുക. വിശ്വസിക്കുന്നവരൊക്കെ ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ വന്ന് ആരാധിച്ച് സ്തുതിച്ച് അവൻ ഇന്ന് പകൽ എനിക്കറിയാം. ഈ 19ാമത്തെ ദിവസം ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, തലമുറകൾക്കെതിരെ ദുഷ്ടൻ കെട്ടിവെച്ച ചില കെട്ടുകൾ ദൈവസഭ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ഈ 19ാമത്തെ ദിവസം ഈ സഭക്കകത്ത് തലമുറകളുടെ മേൽ ഒരു വലിയ ഡെലിവറൻസ്. ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല അഭിഷേകം ചലിക്കട്ടെ. ഈ തലമുറയുടെ മേലല്ല അഭിഷേകം ചലിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ദൈവ മഹത്വം ചലിക്കട്ടെ. സന്തോഷത്തോടെ നല്ലൊരു ആമേൻ പറ. നിങ്ങളുടെ പ്രാർത്ഥന ചെറുതല്ല കേട്ടോ. ദൈവം ചില അടയാളങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തരും.
എനിക്കറിയില്ല, ഞാൻ പ്രവചിച്ചു പറയുക, ചില അടയാളങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യും. നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം ചെയ്യുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ വേണം. കരമയർച്ച് ദൈവത്തെ വന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ആ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് ദൈവമക്കളെ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരധ്യായമാണ് അല്ലേ. 80 വർഷം യെരുശലേമിൽ ആമേൻ പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു അനുഗ്രഹീത ദൈവദാസനാണ് ആര്? യെശയ്യാവ്. കുറച്ചുകൂടി പറയാം, 80 വർഷം 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആമേൻ ഉസിയാവ് അല്ലേ, ആഹാസ്, യോഥാം അല്ലേ, ഹിസ്കിയാവ് എന്ന് പറയുന്ന 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അനുഗ്രഹീത ശുശ്രൂഷ ചെയ്തു. 80 വർഷം അനുഗ്രഹീത പ്രവാചക ശുശ്രൂഷ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവ മനുഷ്യൻ. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഈ യെശയ്യാവ് ഈ 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ പ്രവചനം എന്നൊക്കെ പറയുന്നത് ഒരു നോർമലായ ഒരു പ്രവചനമാണ് അല്ലെ. നോർമലായ, ചുരുക്കി പറഞ്ഞാൽ താൻ പ്രവചിക്കുക, കൊട്ടാരത്തിൽ വരിക, സ്വോത്രകാഴ്ച മേടിക്കുക, ഇങ്ങനെ ഒരു ബന്ധം. കാരണം ഈ ഉസിയ രാജാവും ഈ മനുഷ്യനുമൊക്കെ തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് ഈ പ്രവചനത്തിനകത്ത് പ്രവചിച്ച കാശ് കിട്ടും. എവിടെ നിന്ന്? കൊട്ടാരത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പ്രവചനം കഴിഞ്ഞാൽ തനിക്ക് നോക്കാൻ ഒരാളെ ഉള്ളൂ, അത് ഉസിയ രാജാവാണ്. പക്ഷെ 6-ാം അധ്യായത്തിൽ വന്നപ്പോ യെശയ്യാവിന്റെ, എന്റെ ഭാഷ കൊച്ചി ഭാഷ പറഞ്ഞാൽ യെശയ്യാവിന്റെ അടിത്തറ ഇളകി. എന്താണെന്നറിയാമോ? പ്രവചിക്കാൻ കഴിഞ്ഞാൽ നോക്കിയപ്പോ സിംഹാസനത്തിൽ ആരില്ല? രാജാവില്ല. ഉസിയ രാജാവില്ല. പകരം പുള്ളി മറ്റൊരു രാജാവിനെ കണ്ടു, നീതിയോടെ വാഴുന്ന ഒരു രാജാവ്. ഹല്ലേലൂയ. ആ രാജാവിന്റെ സിംഹാസനം ഉയർന്നും പൊങ്ങിയും ഉള്ള സിംഹാസനം. ആമേൻ. ആ 5-ാം അധ്യായം വരെ കാണാത്തത് 6-ാം അധ്യായത്തിൽ കണ്ടപ്പോ ഇന്നലെ വരെ പ്രവചിച്ച പ്രവചനം മുഴുവൻ മറ്റുള്ളവരെ വരെ ചൂണ്ടിയാണെങ്കിൽ ആമേൻ ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോ തന്റെ പ്രവചനത്തിന് മാറ്റം വന്നു. ഒരു ഹല്ലേലൂയ കുറക്കെ പറ. ഞാൻ ഒരു ദൂതൂടെന്ന് പറയട്ടെ, ഈ 19-ാമത്തെ ദിവസം നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നിങ്ങളുടെ ചരിത്രം മാറും. സ്വതന്ത്രം പറയാമോ? ഒന്നുകൂടി പറയാം. വ്യക്തിപരമായി ദൈവത്തോട് നിങ്ങൾക്ക് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ, ഒരു വ്യക്തിപരമായ ബന്ധം, ഒരു ഇടപെടൽ ഇന്നുണ്ടായാൽ ദൈവം നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും. ഞാൻ ഇന്നലെ രാത്രി ചർച്ചിൽ പ്രസംഗിച്ചു. വൈകിട്ട് ഇന്നലെ പ്രസംഗിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഏലിയാവ് നമുക്ക് ഈ സാധാരണ മനുഷ്യനെ കാണിക്കാൻ യാക്കോബ് അങ്ങ് എഴുതിയതാ. യാക്കോബ് എഴുതി ഒരു സാധാരണ ഓർഡിനറിയായ ഒരു മനുഷ്യൻ. ഇന്നലെ കർത്താവ് എന്നോട് പറഞ്ഞു, സാധാരണ മനുഷ്യൻ, ഓർഡിനറിയായ മനുഷ്യൻ അല്ലേ. എന്നാൽ ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? അസാധാരണ മനുഷ്യനാക്കി. മക്കളെ ശ്രദ്ധിക്കണേ, ഒരു സാധാരണ മനുഷ്യനെ അതിന് യാക്കോബ് അവിടെ പറഞ്ഞിട്ടുണ്ട് സാധാരണ മനുഷ്യൻ എന്ന് വെച്ചാൽ രാജാക്കന്മാർ 17-1 വായിക്കുമ്പോൾ ഇതാ തിരശീല പൊങ്ങുന്നു. തിരശീല പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വെളിപ്പെടുന്നു. ആ പുള്ളിയെ പരിചയപ്പെടുത്തി തിസ്ബിയനായ ഏലിയാവ്. ഇതാ തിരശീല പൊങ്ങുന്നു, പെട്ടെന്ന് ഒരാൾ വരുന്നു. ഇന്നലെ ഫ്ലെക്സ് കണ്ടിട്ടില്ല, ഇന്നലെ വാൾ പോസ്റ്റ് കണ്ടില്ല, ഇന്നലെ യൂട്യൂബിൽ കണ്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ കാണാത്ത ഒരാള് ഇതാ പെട്ടെന്ന് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. നമ്മൾ ചോദിച്ചു, ഇയാൾ എവിടെ നിന്ന് പൊട്ടി വന്നു? അതറിയുന്നത് യാക്കോബിന്റെ ലേഖനം 5-ല. ഇത് പൊട്ടി വന്നതല്ല, ഇയാൾ പ്രാർത്ഥിച്ചു വന്നതാ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. ഒരു ദൂതൂടി പറയുക, ആമേൻ. ഓർഡിനറിയായ ഒരു മനുഷ്യനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ പ്രാർത്ഥനയാൽ കഴിയും. ഹല്ലേലൂയ ഒക്കെ ഒന്ന് പറ. അമ്മേ, സാധാരണ മക്കളെ, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന്. നിങ്ങളുടെ പെടൽ വേണ്ട കാര്യം. എനിക്ക് ഈ പുൾപിറ്റ് എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ കുറച്ച് അടുത്ത് ഇന്ന് പ്രസംഗിക്കുന്ന ഇഷ്ടം. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നോ? ഓക്കെ. നിങ്ങളുടെ പെടല് വേദന എടുക്കരുത് മക്കളെ, നിങ്ങളും തിരിഞ്ഞോ? ഓക്കെ, സ്തോത്രം. അപ്പോ ഈ ഓർഡിനറി ആയ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? അസാധാരണ. അതിനകത്ത് വേറെ ഒരു പരിപാടിയും ഇല്ല. യാക്കോബ് പറയുന്നത് അവൻ പ്രാർത്ഥിച്ചപ്പോൾ
അവൻ എന്ത് ചെയ്തപ്പോൾ, അപ്പൊ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ചരിത്രം മാറും. അച്ഛാ ഇന്ന് ദൂത് കേൾക്കോ, പ്രാർത്ഥിച്ചാൽ നിന്റെ നിലവാരം മാറും. ഇന്നലെ വരെ നീ കണ്ടിട്ടില്ലാത്ത ചിലത് വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥനയാൽ ശക്തിയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ പള്ളിയിലെ ഈ അച്ചമ്പട്ടം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ വന്നേ. 6ാമത്തെ വർഷം ഉടുപ്പിടേണ്ട ആ വർഷമായപ്പോൾ പുള്ളി പെന്തക്കോസ്തി വന്നു. എനിക്കൊന്ന് 88 അന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് അച്ചമ്പട്ടമൊക്കെ വിട്ട് ലോഹയൊക്കെ ഊരിക്കളഞ്ഞ് പുള്ളി കരുവാറ്റ ബൈബിൾ കോളേജ്, IPCയുടെ കരുവാറ്റ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കാൻ പോയി. ആമേൻ. അപ്പോൾ പുള്ളി ഈ പെന്തക്കോസ്തി പോയതിന് എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 10ാമത്തെ മോനെ, ഞങ്ങൾ 8 ആണും 2 പെണ്ണുവാ, ഞാൻ 10ാമത്തവനാ. അപ്പൻ എന്നോട് പറഞ്ഞിട്ട് നമ്മുടെ വീടിന് നാണക്കേടുണ്ടാക്കിയ ഇവൻ, ഞങ്ങളെല്ലാം ഇങ്ങനെ ഈ പുള്ളിനെ എങ്ങനെയെങ്കിലും ഒന്ന് റോമിൽ വിട്ടിട്ട് വീട് പണിയാനും ഞാൻ വണ്ടി മേടിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് പുള്ളി പെന്തക്കോസ്തി പോയി. ഒരു അച്ഛൻ രക്ഷപ്പെട്ട് പുള്ളി വല്ല റോമിലെ ഇറ്റലിയെ പോയാൽ നമ്മുടെയൊക്കെ ചരിത്രം മാറും. അപ്പം ഞങ്ങൾ 10ൽ 1 പുള്ളി പള്ളിക്ക് കൊടുത്തതാ. ഒരല്ലെന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ ലക്ഷ്യം, ഞാനൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക, ഇയാൾ പോയി രക്ഷപ്പെട്ടിട്ട് വേണം ഇറ്റലിയിലെ റോമിൽ പോയിട്ട് എനിക്കൊരു ബൈക്ക് മേടിക്കാൻ. ഒരു ആമേൻ എന്ന് പറഞ്ഞ. അങ്ങനെ ഇരിക്കുമ്പോൾ കത്തുന്ന നരകം എന്ന ഒരു കാസറ്റ് എൻ്റെ മൂത്ത ഏട്ടൻ കൊണ്ടൊന്ന് വീട്ടിലിട്ട് കേൾപ്പിച്ചു, പോൾ ഗോപാലകൃഷ്ണന്റെ. ഹല്ലേലൂയ. അച്ഛൻ കൊച്ച് വീട്ടിനകത്ത് ഇരിക്കുന്നത് ചേട്ടൻ കണ്ടില്ല. ആരും വീട്ടിലില്ലാഞ്ഞ സമയത്ത് വീടടച്ചിട്ടിരിക്കുമ്പോ എന്റെ മൂത്ത ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാ, പുള്ളി പെന്തക്കോസ്തി വന്നു. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. ചേട്ടൻ കൊണ്ടുവന്ന് മുറ്റത്ത് ടേപ്പ് റെക്കോർഡ് വെച്ച് അകത്ത് കുത്തിയിട്ട് കത്തുന്ന നരകമെന്ന പോൾ ഗോപാലകൃഷ്ണന്റെ കാസറ്റ് കേട്ടു. അച്ഛൻ കൊച്ചു മുറിയടച്ച് അകത്തിരുന്ന് ബൈബിൾ വായിക്കുകയായിരുന്നു. ചേട്ടൻ പുറത്തിരുന്ന് കേട്ടു, അനിയൻ അകത്തിരുന്ന് കേട്ടു. ആമേൻ. കത്തുന്ന നരകമാ മെസ്സേജ്, പക്ഷെ പുള്ളിയുടെ ഉള്ളവ കത്തിയത്. ഇറങ്ങി വന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ 5-6 വർഷമായി സെമിനാരി പഠിക്കും, ഇതുവരെ നരകം ഉണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞു, 6 വർഷമായി ഞാൻ സെമിനാരി പഠിച്ചിട്ട് ഇന്ന് വരെ നരകം ഉണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടു എന്തുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് ഈ ഉടുപ്പ് വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഉടുപ്പ് ഊരി. ഒരു ആമേനൊക്കെ പറ. പുള്ളി പെന്തക്കോസ്തി പോയപ്പോ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടിയിടാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് അടിപ്പിച്ചു. ഞാൻ അടിക്കില്ലെന്ന് പറഞ്ഞ പാപ്പ പറഞ്ഞു, നീ അടിച്ചില്ല നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട്, താൻ 9ാമത്തത് ഞാൻ 10ാമത്തതുവാ, ആരോഗ്യമൊന്നുമില്ല, എന്നെ അത്ര ആരോഗ്യമൊന്നുമില്ല, ക്ഷയിച്ചൊരു മനുഷ്യനാ. എന്നെ കൊണ്ട് അടിപ്പിച്ചു. അന്ന് രാത്രി അടിച്ച് ഒരു ബാഗ് എടുത്ത് പുറത്ത് കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കി. താൻ ബാഗും കൊണ്ട് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ ഈ 5-6 വർഷം സെമിനാരി പഠിച്ചിട്ടും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്നെ മാറ്റിമറിച്ച ഈ വചനമാണെങ്കിൽ നിന്നെയും ദൈവം മാറ്റിമറിക്കും. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രി പുള്ളിയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കി. അങ്ങനെ എൻ്റെ മൂത്ത ചേട്ടൻ തൊട്ടടുത്ത ന്യൂ ഇന്ത്യ ചർച്ചക്കോടിലെ ഒരു പള്ളി ചർച്ചിൽ കൊണ്ടുപോയാക്കി. അന്ന് രാത്രി അവിടെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം സ്നാനപ്പെടുത്തി തന്നെ കരുവാറ്റ കൊണ്ടുപോയി ആക്കി. ഒരു അല്ലലി പറ. ആമേൻ. കരുവാറ്റ ബൈബിൾ കോളേജ് കൊണ്ടാക്കി. ഇതാണ് ഞങ്ങളുടെ ആ കുടുംബത്തിന്റെ ഒരു കൊച്ചു പശ്ചാത്തലം. അങ്ങനെ നാളെ കഴിഞ്ഞപ്പോൾ തൻ്റെ ഗ്രാജുവേഷൻ 94 ആരംഭത്തിലാണ്. തൻ്റെ ഗ്രാജുവേഷൻ കരുവാറ്റ നടക്കുമ്പോൾ ആ ഗ്രാജുവേഷന്റെ തൊട്ടു മുൻപിൽ ഞാനും ഉണ്ട്, പ്രാർത്ഥിച്ചുണ്ട്. ഒരല്ലലിയൊക്കെ പറ. അന്ന് കർത്താവദാസൻ പാസ്റ്റർ KC യോണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി അന്ന് പ്രസംഗിക്കുക, ഞാൻ വാ പൊളിച്ചിരിക്കുക. ഒരല്ലലിയൊക്കെ പറഞ്ഞു. ആമേൻ. പുള്ളി ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നു, മലയാളത്തിൽ. ഞാനിങ്ങനെ എൻ്റെ പൊന്നെ, ഇയാൾ എന്താ മനുഷ്യനാ, ഇങ്ങനെ അങ്ങ് കണ്ടിരിക്കുക, എന്തോ അത്ഭുത മനുഷ്യനെ പോലെ. അന്ന് പുള്ളിയായിരുന്നു പ്രസംഗിച്ചത്. കഴിഞ്ഞ മാസം നെടുമ്പുറത്തെ കൺവെൻഷനിൽ അവിടെ പോയി ഞാനാ പ്രസംഗിച്ചത്. അന്ന് പുള്ളിയുടെ പ്രസംഗം കേട്ടാൽ ഞാൻ വണ്ടടിച്ചത്. ഒരു അല്ലരി എന്ന് പറഞ്ഞേ. എന്നാൽ അവിടെ പോയി കൺവെൻഷൻ പ്രസംഗിപ്പാൻ ഇന്ന് ദൈവം എന്നെ നിർത്തി. ഞാൻ ആ ദൂതിലേക്കാണ് വരുന്നേ. എന്നാൽ നാളുകൾ കഴിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ ഒന്ന് പ്രസംഗിക്കണം. രാമേനൊക്കെ പറ. അപ്പൊ ചേട്ടൻ പറഞ്ഞോടെ, മോനെ അത് അസാധ്യമാ. അതെന്നാ അസാധ്യമാണ്. അതിന് അസാധ്യം ബൈബിൾ പറയുന്നല്ലോ, ദൈവത്തിനൊന്നും. അതല്ല, നിനക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ, നിനക്ക് എഴുതാൻ അറിയത്തില്ലല്ലോ. എൻ്റെ സാഹചര്യത, എനിക്ക് എഴുതാൻ അറിയത്തില്ല, എനിക്ക് വായിക്കാൻ അറിയത്തില്ല.
അപ്പോ അവൻ എഴുതാനും വായിക്കാനും അറിയാത്ത ഞാൻ, അവൻ മീൻപിടുത്തക്കാരനായ ഞാൻ, ഒരു മത്സ്യത്തൊഴിലാളിയായ ഞാൻ, ആമേൻ ആമേൻ 8-9 വയസ്സ് 9ാമത്തെ വയസ്സ് തൊട്ട് ഈ മീൻ പിടിക്കാൻ നടന്ന എനിക്ക് എങ്ങനെ പഠിക്കാൻ സമയം കിട്ടൂലല്ലോ? അതിനൊന്നും സമയമില്ലല്ലോ അല്ലേ? ഞാനിങ്ങനെ പറയാറുണ്ട്, വല നിറച്ച് മീൻ കിട്ടിയാൽ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി ലേലത്തിനിട്ട് വിൽക്കാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല. ഞങ്ങളുടെ കൊച്ചിയിലെ തേവര എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ തേവര മാർക്കറ്റിന് വാരിക്ക കൂടി വണ്ടിക്ക് പോകുമ്പോൾ എപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയും. എന്നാന്നറിയാമോ? കിട്ടിയ മീന് ഒരു ചരുവത്തിലാക്കി തലയിലൊരു ചുമ്മാടും വെച്ച് അടുത്ത ബസ്സിനകത്ത് കയറി ബസ്സിന്റെ ബാക്ക് സീറ്റിൽ ഈ മീൻ കൊണ്ടുവരുന്ന ഈ വട്ടപാത്രം കയറ്റി വെച്ച് അവിടെ കൊണ്ട് നിറക്കി ലേലത്തിനിട്ട് വിറ്റുകൊണ്ടിരുന്ന സ്ഥാനത്തിരുന്ന് അതിന്റെ നടുവിലൊക്കെ ഇങ്ങനെ വണ്ടിക്ക് പോകുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. അപ്പൊ ചേട്ടായി പറഞ്ഞു, അതെങ്ങനെ നടക്കാനോടെ? നടക്കത്തില്ലല്ലോ. കാരണം ഇത് വായിക്കണ്ടേ, അറ്റ്ലീസ്റ്റ് വായിക്കും വേണ്ടേ അല്ലേ? വായിക്കാനും എഴുതാനും അറിയാത്ത നിനക്ക് എങ്ങനെയാ പറ്റുന്നേ? പക്ഷെ എന്റെ ദൈവദാസൻ ആമേൻ ഏത് ചത്തവനെയും പൊക്കിയെടുക്കുന്ന ആത്മാവ് ശക്തിയുള്ളവൻ ചെയ്യാൻ. പാസ്റ്ററിനോട് പറ, ഈ നല്ല ദൈവദാസന്മാരെ കിട്ടിയാൽ നിങ്ങളുടെ തലമുറയുടെ ചരിത്രം മാറും. ഞാനത് അനുഭവിക്കുന്ന ഒരാളാ. നല്ല ദൈവദാസന്മാരെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കിട്ടിയ ദൈവദാസന്മാരെ അഴച്ചു കളയരുത്, കിട്ടിയവരെയൊക്കെ പ്രയോജനപ്പെടുത്തിയേക്കണം. ഈ പാസ്റ്ററിന് ഏറ്റവും വലിയ കാര്യം എന്താ പോലെ, ഈ ദൈവദാസൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എടാ നീ വീട്ടിൽ വന്ന് കിടക്ക്. വീട്ടിൽ വന്ന് അങ്ങനെ ഒരു ആദ്യമായിട്ട് തന്നെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കിടന്ന് 3 മണി വെളുപ്പിനായപ്പോൾ എന്നെ വിളിച്ചുണർത്തി. കയറിക്കൊള്ളാൻ പറഞ്ഞു മുറിക്കകത്തോട്ട്. 3 മണിക്ക് പ്രാർത്ഥിക്കാൻ കയറ്റി. 7 മണി വരെ ഇരുത്തി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അത് സ്ഥിരമായി അങ്ങനെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പ്രസംഗം, ആമേൻ, ഈ മലയാളി ആരുടെ അല്ല, ഞാൻ ആദ്യം കേൾക്കുന്ന പ്രസംഗം ഓറൽ റോബർട്സിന്റെ പ്രസംഗമാണ്. ഇംഗ്ലീഷൊന്നും അറിയില്ല, പൊട്ടനെ പോലെ ഇരുന്നങ്ങ് കേട്ടു. ആമേൻ. ഓറൽ റോബർട്സിന്റെ 94 ആമേൻ. എന്നിട്ട് ആ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് താൻ ഇരുന്നു കൊണ്ട് തന്റെ മുമ്പിലേക്ക് വീൽചെയറിന് വരുന്നു. വീൽചെയറിൽ ഇരിക്കുന്നവരെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുന്നു. സ്റ്റിക്ക് മേടിച്ചൊടിച്ചു കളയുന്നു. ഇതാണ് ഞാൻ ആദ്യം കണ്ടത്. പിന്നെ ഞാൻ കാണുന്ന വെളിപ്പാമേ ആമൻ കാസറ്റ് മുഴുവൻ പാസ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ ശക്തന്മാരായ ലോക പ്രശസ്തരായ ദൈവദാസന്മാരുടെ CD കൊണ്ടുവന്ന് എനിക്ക് തരും. എന്നിട്ട് പറയും കണ്ടേക്കാൻ പറയും. ഞാനിത് കാണും. രാത്രി മുഴുവൻ എൻ്റെ വീടിൻ്റെ 2 സൈഡും പറമ്പ, തെങ്ങിൻ തോക്കിൽ ഇറങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും. 2-3 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ കർത്താവേ, ആ മനുഷ്യൻ ഉപയോഗിച്ചതുപോലെ എന്നത് ഉപയോഗിക്കണം. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാകണം. പ്രാർത്ഥന ശക്തമായി മണിക്കൂറുകളായി. രാത്രി 2-3 മണിക്കൂർ ഉറങ്ങത്തുള്ളായിരുന്നു. പ്രാർത്ഥന ശക്തമാകാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഞാനിത് പറയാനൊന്നും വന്നതല്ല. പക്ഷേ എന്തോ ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ട് ഞാൻ പറയുക. പ്രാർത്ഥന ശക്തമായി. രാത്രി 2-3 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ. പറമ്പിലേക്ക് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണ ദൈവത്തിന്റെ അഭിഷേകം എൻ്റെ മേൽ വന്നു. ഞാൻ തെറിച്ച് താഴെ വീണ് അന്യഭാഷ അടയാളത്തോടെ പ്രവചന ശുശ്രൂഷയാൽ 94 എന്നെ ദൈവം നിറക്കാൻ തുടങ്ങി. അതാണ് ആരംഭം. അന്ന് എനിക്ക് മനസ്സിലായി, ഈ ലോകത്ത് അവൻ ഏത് കഴിയാത്തതും പ്രാർത്ഥിച്ച് പിടിക്കാൻ കഴിയും ദൈവദാസനെ. ഇന്ന് പകൽ ഒരു പ്രവചനം പറയുക, നിങ്ങളുടെ മേൽ അസാധാരണ ദൈവിക അഭിഷേകം ഈ ദിവസം കൈമാറാൻ നിന്റെ പ്രാർത്ഥന ഒന്ന് ശക്തമായി വരട്ടെ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പോരാടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ഏലിയാവിനെ അസാധാരണ മനുഷ്യനാക്കിയ ഒരു പ്രാർത്ഥന ശക്തി. ഓ ശബല റബന സതേലരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കരമടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാൻ പറ്റുമോ? ഇന്ന് പകൽ എനിക്കറിയത്തില്ല, നിങ്ങളെ പലരും നോക്കി പ്രവചനാത്മാവിൽ ദൂത് പറയുക, ഒരാത്മപ്രേരണ ഉള്ളവണ്ട് പറയുക, നിന്റെ ചരിത്രം ദൈവം മാറ്റി എഴുതോ, നിന്റെ നിലവാരം ദൈവം മാറ്റി എഴുതോ. ശക്തമായി പ്രാർത്ഥിക്കുന്ന ചിലത് ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഏലിയാവിനെ പോലെ പ്രാർത്ഥിക്കുന്ന ചിലത്
ഉണർവ് വരുന്നത് പ്രസംഗത്തിലൂടെയല്ല. ഇതുവരെ പ്രസംഗിച്ച് ഒരിടത്തും ഉണർവുണ്ടായിട്ടില്ല. ഉണർവുണ്ടായത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് ഉണർവ് ദൈവം കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്റെ മേലാണ് ഉണർവ് ദൈവം പകരുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവദാസന് നിന്റെ യാത്രകളുടെ മേല ഉണർവ് ദൈവം പകരുന്നത്. ഇന്ന് പകൽ ആരോടൊക്കെയോ ആത്മാവിടപെടുകയോ പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ചില ചരിത്രങ്ങൾ അന്ന് മക്കളെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. ആമേൻ. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ പേര് പോലും എനിക്ക് എഴുതാൻ അറിയത്തില്ല. BA ചെയ്യുന്ന എൻ്റെ പേര് പോലും എഴുതാൻ അറിയാതിരിക്കുമ്പോഴാണ് 94 ഞാൻ ഈ പുസ്തകം കയ്യിൽ എടുക്കുന്നത്. എൻ്റെ അഭിഷിക്തൻ എന്നോട് പറഞ്ഞു, മോനെ വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ടാ. എന്നാ വാക്യം എന്നറിയാമോ? നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. ഈ പുസ്തകം ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാമെങ്കിൽ നാളെയല്ല ഇന്ന് നിന്റെ ചരിത്രം ദൈവം മാറ്റും. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദേവദാസനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം എന്നെ നിറച്ചു. ആദ്യമായിട്ട് പുറപ്പാട് 3-ാം അധ്യായം ഞാൻ വായിച്ചു. വേദപുസ്തകം എടുത്ത് അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. 32 വർഷത്തിലധികമായി എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. ലോകരാജ്യങ്ങൾ പോയി എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് ആളുകളോട് ഇന്ന് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നു. ഇവിടെ നിർത്തിയത് ഒറ്റ കാര്യം ഞാൻ പറയാ, പ്രാർത്ഥനയാൽ കഴിയാത്തതൊന്നുമില്ല. ഒരു ഹല്ലേലൂയ എന്ന് അവർക്ക് പറ. ഞാൻ നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുക, വ്യക്തിപരമായി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ചിലര് ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ആന്റി, ഏലിയാവിനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റിയത് ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നിങ്ങളുടെ ചരിത്രം ദൈവം മാറ്റും. വ്യക്തിപരമായി ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഇന്നുണ്ടായാൽ, ആമേൻ. 6-ാം അധ്യായം വന്നപ്പോൾ യെശയ്യാവിന് എന്തുണ്ടായി? ഒരു എൻകൗണ്ടർ ഉണ്ടായി. ആ ഒറ്റ വിഷയത്തിൽ ആമേൻ, സ്തോത്രം, യെശയ്യാവിന്റെ പ്രവചനം മാറി. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, സഭയുടെ നിത്യതവാസം, ഇതൊക്കെ പ്രവചിച്ചത് 6-ാം അധ്യായത്തിന് ശേഷമാണ്. എന്നാൽ പുതിയ നിയമം മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാവ് ദൈവത്തിന്റെ തേജസ് കണ്ടു. യെശയ്യാവ് ദൈവത്തിന്റെ തേജസ് കണ്ടു. തേജസ് കണ്ടപ്പോ തന്റെ പ്രവചനം മാറി. തേജസ് കണ്ടപ്പോ തന്റെ വാക്കുകൾക്ക് വ്യത്യാസം വന്നു. നല്ലൊരു ആമേൻ എന്നൊക്കെ പറഞ്ഞേ. നിങ്ങൾ ദൈവമായിട്ട് ഒരു വ്യക്തിയുമായി ഒരു ബന്ധമുണ്ടായാൽ നിങ്ങളുടെ അഭിഷേകവും ശുശ്രൂഷയും ചേഞ്ച് ആകും. ആമേൻ, ആമേൻ. ഈ യെശയ്യാ 53-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ 2 ചോദ്യമുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി എല്ലാവരും പുസ്തകത്തിലേക്ക് വന്നേ. നമുക്ക് ആ വാക്യം ഒന്നെടുത്ത് ഒന്ന് ധ്യാനിക്കാം. യെശയ്യാ 53-ന്റെ 1-2. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ? മക്കളെ, 2 ചോദ്യം 1-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. 2 ചോദ്യം. 1-ാമത്തെ ചോദ്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ? വിശ്വസിച്ചിരിക്കുന്നു. 2-ാമത്തെ ചോദ്യം, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു? 2 ചോദ്യമാണ് അല്ലെ? 2 ചോദ്യമാണ്. യെശയ്യാവ് മുതൽ ആമേൻ മലാക്കി വരെ 17 പ്രവാചക പുസ്തകങ്ങൾ. യോബ് മുതൽ ഉത്തമഗീതം വരെ 5 കാവ്യ പുസ്തകങ്ങൾ. എന്ന് വെച്ചാൽ 5 കാവ്യ പുസ്തകങ്ങളും 17 പ്രവാചക പുസ്തകങ്ങളും. എന്നാൽ അതിൽ ശ്രേഷ്ഠമായ പ്രവചനമാണ് യെശയ്യാവിൻ്റെത്. ഇനി യെശയ്യാ 53-ന് ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. എന്താണെന്നറിയോ? സഫറിംഗ് ചാപ്റ്റർ എന്നാണ് ഇതിന് പറയുന്നത്. പീഡാനുഭവങ്ങളുടെ
അധ്യായം യേശുവിൻ്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവചന ശബ്ദം ഇതിനകത്തുണ്ട്. ഇതൊന്നുമല്ല ഞാൻ എടുക്കുന്നത്. ഇന്ന് ഈ 19-ാമത്തെ ദിവസം നിങ്ങളോട് പ്രസംഗിക്കുന്നത് യഹോവയുടെ ഭുജത്തെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവിടെ 2-ാമത്തെ വാക്യം പറയുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. 2 പദം വേദപുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് 2 പദം? ഒന്ന് ഹാൻഡ് എന്ന പദമാണ്, മറ്റൊന്ന് ആം എന്നൊരു വാക്കാണ്. ആം ഓഫ് ഗോഡ് അല്ലേ, അഥവാ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ ഭുജവും. എന്താ ദൈവത്തിന്റെ കരം? ദാ നോക്കിക്കേ, ഇതാണ് ദൈവത്തിന്റെ കരം. ഇതാണ് കരം. നമ്മൾ കണ്ടിട്ടില്ലേ കൈപ്പത്തി? ഇതാണ് ദൈവത്തിന്റെ കരം. എന്നാൽ ഭുജം എന്ന് പറയുന്നത് ഈ കൈപ്പത്തി അല്ല, ഈ ഷോളൻ മുതൽ താഴേക്ക് ഉള്ളതിനാണ് ഭുജം എന്ന് പറയുന്നത്. കരം വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ കൈപ്പത്തിയാണ്. എന്ന ഭുജം വെളിപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ഷോളർ മുതൽ താഴേക്കാണ്. എവിടെയൊക്കെ ഭുജം വെളിപ്പെട്ടോ അതിന്റെ പുറകിൽ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ദൂത് മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ച്. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ആരാണ് യഹോവയുടെ ഭുജം എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ നിങ്ങളോടുള്ള അരുളപ്പാട് പറയാം. അടുത്ത വാക്യം വായിച്ചാൽ ആരാണ് യഹോവയുടെ ഭുജം എന്നുണ്ട്. വായിച്ചേ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മക്കളെ, ഇതാരെ കുറിച്ചായിരുന്നു? ഇതാരെ കുറിച്ചാ? യേശുവിനെ കുറിച്ച. അങ്ങനെയാണെങ്കിൽ ആരാണ് യഹോവയുടെ ഭുജം? അവൻ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആരാണ് യഹോവയുടെ ഭുജം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. യഹോവയുടെ ഭുജം മറ്റാരുമല്ല, വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാനാണ്. വിശ്വസിക്കുന്നവരാമേൻ പറ. ഇനി കൊല്ലം ആമൻ ചർച്ചക്കോട് ദൈവസഭയോട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക, അതിന് ഉറക്കെ ആൻസർ പറയുന്നു. യഹോവയുടെ ഭുജം വെളിപ്പെട്ടു എന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ പറ, എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എന്റെ കുടുംബത്തിന് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എന്റെ തലമുറക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഈ 19-ാമത്തെ പകൽ നിനക്കും നിന്റെ കുടുംബത്തിന് ഈ ഭുജം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇനി കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ചു പറ, ഈ യഹോവയുടെ ഭുജം ഈ പകൽ എനിക്ക് വെളിപ്പെട്ട് വരികയോ. ഹല്ലേലൂയ. ഞാൻ അതിനോട് ചേർന്ന് മറ്റൊരു വാക്യം കൂടി തരാം. നിങ്ങൾ ചിലരൊക്കെ കുറിച്ചെടുക്കുന്നത് കൊണ്ട് ആ റെഫറൻസ് കൂടി നല്ലതാ. യെശയ്യാ 52:10, 52:10 വാക്യം ഒന്ന് നോട്ട് ചെയ്തേ. സകല ജാതികളും കാണെ. ആ വാക്യം സകല ജാതികളും കാണെ യഹോവ തന്റെ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ആമേൻ. എന്ത് ചെയ്തിരിക്കുന്നു? നഗ്നമാക്കിയിരിക്കുന്നു. സകല ജാതികളും കാണെ യഹോവ തന്റെ ഭുജത്തെ, വിശുദ്ധ ഭുജത്തെ എന്ത് ചെയ്തു? ആമേൻ. ആരാ ഈ വിശുദ്ധ ഭുജം? അത് വാഴ്ത്തപ്പെട്ടവനായ മശിഹയാണ്. അങ്ങനെയാണെങ്കിൽ 19-ാമത്തെ പകൽ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, നിനക്കും നിന്റെ കുടുംബത്തിനും ഈ ഭുജം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരൊക്കെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. അവ കഴിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, നടക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത്, സംഭവിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. കരമടിക്കണമെങ്കിൽ ശക്തിയോടെ ആ 2 കരമൊന്നടിച്ച്, ആത്മാവിന്റെ ശക്തിയോടെ ആ 2 കരമൊന്നടിച്ച്, എന്നിട്ട് ദൈവത്തെ ആരാധിച്ചു പറ, ഓ ഭുജം ഇന്ന് പകൽ എനിക്ക് വേണ്ടി വെളിപ്പെടുകയോ. ഹല്ലേലൂയ. മക്കളെ, എന്താണ് യഹോവയുടെ ഭുജം? യഹോവയുടെ ഭുജം കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ആ 1-ാമത്തെ ചോദ്യം, യഹോവയുടെ ഭുജം ആർക്ക്? ഇന്ന് തൻ്റെ ഇടത്തോടെ പറ, എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. പറ എല്ലാവരും പറ, എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എൻ്റെ സഭയ്ക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എൻ്റെ തലമുറയ്ക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കാൻ, നടക്കില്ല എന്ന് പറഞ്ഞത് ഇന്ന് പകൽ നടത്തി തരാൻ യഹോവയുടെ ഭുജം എനിക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുകയോ. ആമേൻ. ഈ ഭുജം
നിങ്ങൾക്ക് വേണ്ടി 19ാമത്തെ ദിവസം വെളിപ്പെടുത്തും. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറ. ലോകത്തിൽ വെച്ച് ശക്തനായി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനെ എനിക്കറിയാം. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ. സ്മിത്ത് വിഗിൾസ്വർത്ത് കേട്ടിട്ടുള്ളവരൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. 19ലധികം മരിച്ച ശവശരീരങ്ങൾ എഴുന്നേൽപ്പിച്ചൊരു മനുഷ്യൻ. ഞാൻ ഒത്തിരി പ്രസംഗിക്കുകയും ഒത്തിരി കേൾക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വർഷങ്ങളായിട്ടൊരു ആഗ്രഹമായിരുന്നു താൻ ഈ പ്രാർത്ഥിച്ച സ്ഥലമൊക്കെ ഒന്ന് പോയി കാണണമെന്നും പ്രാർത്ഥിക്കണമെന്നും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ താൻ താമസിച്ച് 25 വർഷം താമസിച്ചൊരു വീട്, ആ വീടിന്ന് ആമേൻ ഒരു മുസ്ലിം ഇക്കാടെ കയ്യിലാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത് താമസിച്ച വീട് ഒരു മുസ്ലിം വാങ്ങിച്ചു. സോദരൻ പറഞ്ഞു, അമേരിക്കൻ ഗവൺമെന്റ് കോടികൾ കൊടുത്തിട്ട് പോലും അത് തിരിച്ചു കൊടുക്കില്ലെന്ന് പുള്ളി ശപഥം ചെയ്തു. ഒരു ഹല്ലേലൂയ പറ. ആ വീട്ടിൽ പോകാനും ആ വീട്ടിനകത്ത് കയറാനും ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. 10-15 വർഷം ആമേൻ ഒരു പാറ ഇടുക്കിൽ പോയിരുന്ന് മണിക്കൂറുകൾ, 1-2 മണിക്കൂറല്ല, ദിവസങ്ങൾ മാസങ്ങൾ പ്രാർത്ഥിച്ച ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ച മലയിൽ പോയി താൻ പ്രാർത്ഥിച്ച ഒരു പാറയുടെ പിളർപ്പുണ്ട്, അവിടെ പോയി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആമേൻ. അതുപോലെ ശക്തമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എന്നാലേ താൻ താമസിച്ചൊരു വീട് സ്തോത്രം ഒരു മുസ്ലിമിന്റെ കയ്യില്ല. എന്നെ അവിടെ കൊണ്ടുപോയി ദൈവദാസൻ അവിടെ കാണിക്കാൻ ചെന്നപ്പോൾ രാത്രിയായി. രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് വണ്ടിക്കകത്ത് നിന്നിറങ്ങി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യം തോന്നി. ഞാൻ ആ വീട്ടിന് റോഡ് സൈഡ് ചേർന്ന അവിടെ ചെന്ന് കയറി നിന്നപ്പോൾ ഈ വാതിക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് വാതിക്കൽ ആരോ നിൽക്കുന്നത് കണ്ട് ഡോർ തുറന്നു. രാത്രി 2 മണി. എന്നോട് ചോദിച്ചു എന്താ ഇവിടെ? അപ്പം എൻ്റെ കൂടെയുള്ള പാസ്റ്റർ പറഞ്ഞു, കേരളത്തിൽ നിന്ന് വന്ന, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു മിഷണറിയാ, അവൻ ഈ പാസ്റ്ററിന്റെ വീട് കാണാൻ വന്നതാ. രാത്രി 2 മണിയാ. കാണണമെന്ന് ചോദിച്ചു. ഞാൻ കാണണമെന്ന് പറഞ്ഞു. കയറിക്കോളാം. അങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോ ഈ കൂടെ കൊണ്ടുവന്ന ദൈവദാസനോട് സാക്ഷ്യം പറഞ്ഞു. ആ വീട്ടുകാരനല്ല, ഈ പുള്ളി എന്നെ കൊടുക്കാത്തത്. പുള്ളി പറഞ്ഞു, ഈ വീട് ഈ മുസ്ലിം വിലക്ക് മേടിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു മോളുണ്ടായിരുന്നു, 12 വയസ്സ്. ആമേൻ. തല മാത്രമേ അനങ്ങത്തുള്ളൂ, താഴോട്ട് മുഴുവൻ പാരലൈസായി കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ പുള്ളി വീട് വാങ്ങിച്ചത്. വീട് കൊടുത്ത ബ്രോക്കർ പറഞ്ഞു, ഇവിടെ ഒരു പ്രീസ്റ്റ് താമസിച്ച വീടാ, 19ലധികം മരിച്ച ഡെഡ് ബോഡി എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യന്റെ വീടായത്. എല്ലാം കൊണ്ട് ഒരു കട്ടിൽ അവിടെ കിടപ്പുണ്ട്. ഒരു കട്ടിൽ മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടുപോയി. ഈ മുസ്ലിം എന്ത് ചെയ്യുന്നറിയാമോ? ഈ സഹോദരൻ ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ ആമേൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിലേ പുള്ളിയല്ലേ ചാത്തോട്ടുള്ളൂ, പുള്ളിയുടെ ദൈവം ചാത്തിട്ടില്ലല്ലോ. കൊണ്ടുപോയി ആ കട്ടിലേക്ക് അടുത്തിട്ട് പുള്ളി മാറി എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അയാളുടെ ദൈവം ഇവിടെ ഉണ്ടെന്ന്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കൊച്ചങ്ങ് എഴുന്നേറ്റ് പോന്നു. അത് ഭയങ്കര ചരിത്രമായി മാറി. ആ മനുഷ്യൻ തല്ലിക്കൊന്നാൽ ഇനി ആ വീട് കൊടുക്കത്തില്ല. ഞാൻ പോയി കണ്ട് പുള്ളി കോടികൾ കിട്ടിയാൽ ആ വീട് പുള്ളി കൊടുക്കത്തില്ല. ഒരു ദൈവ മനുഷ്യൻ പാർത്ത വീടിനകത്തും പാർക്കുന്ന ദൈവം. ഹല്ലേലൂയ. തന്നിലേക്ക് വെളിപ്പെട്ട ദൈവകൃപ ശക്തമാ ദൈവമക്കളെ, ശക്തമായി. ഇന്ന് ഈ കൊല്ലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാ, ഈ 4 ചുവരിനകത്ത് നിങ്ങൾ ഒതുങ്ങരുത്. ഇത് പൊളിച്ച് നിങ്ങൾ പുറത്തു വരണം. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. സ്വത്രം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒതുങ്ങരുത്. ഭാഷേ ജെറാഡ് ഭാഷ പോകുന്നതിന് മുൻപ് ഇതിന്റെ ഭിത്തിയൊക്കെ പൊളിക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒരു സ്വത്രമൊക്കെ ഒന്ന് പറ. ഹല്ലേലൂയ. ഇതിന് അന്തരീക്ഷം മാറിയേ പറ്റൂ. ഞങ്ങള് ഫോട്ടോ വെച്ച് ഈ ചർച്ച 5 പ്രാവശ്യം പൊളിച്ചു. 5 പ്രാവശ്യം പൊളിച്ചു. ഭാഷ ഇപ്പൊ പൊളിക്കാൻ പോവുക. ഭാഷ കഴിഞ്ഞ ദിവസം വന്നില്ലേ? ഭാഷ വന്ന് കണ്ടു. നല്ല ചർച്ച. അതിപ്പോ വീണ്ടും പൊളിക്കാൻ പോവുക. വീണ്ടും പൊളിച്ച് ഞങ്ങളത് നീളം കൂട്ടിയ. സ്തോത്രം. വേറെ മോഡല് 5 ഇപ്പൊ 6ാമത്തെ പൊളിക്കാൻ പോവുക. അല്ലെന്ന് പറഞ്ഞു. ഈ ചർച്ച അങ്ങനെ ആയിരിക്കണം. പൊളിക്കണം പണിയണം എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ പൂതമിളകിയിട്ട് എത്ര നാളാന്ന് ചോദിച്ചു. പൂതമിളകിയിട്ട്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത്
കുക്ക് സാഹിബിന്റെ കാലത്തായിട്ട് ഒന്ന് ഇളകിയതാ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഒരു അല്ലെങ്കിലും എന്ന് പറഞ്ഞേ. അപ്പൊ എന്നോട് ചെന്നാ പറഞ്ഞ ദൈവരാജ്യം ഇവിടെ ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ നടുക്കുണ്ടെങ്കിൽ ഈ ഭൂതമൊക്കെ ഇളകും. ഹല്ലേലൂയ. അത് ഇളകുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചോ, എന്തോ കുഴപ്പമുണ്ട്. ആമേൻ. ബൈബിൾ എങ്ങനെയാ പറയുന്നത്? എന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ ഉറപ്പോടിരിക്കുന്നു. എന്നാൽ അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ച് അവന്റെ കൊല്ല പകത്തിടുക. ഇന്ന് ഈ ഉപവാസത്തിനകത്ത് ഇതൊക്കെ സംഭവിക്കട്ടെ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമേൻ. ഒരിക്കൽ എൻ്റെ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയടാ, ഈ അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ്. അത്ഭുതം നടന്നില്ലെങ്കിലാണ് അത്ഭുതം. ഇതിനകത്ത് അത്ഭുതം നടന്നില്ലെങ്കിലാണ് അത്ഭുതം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അതുകൊണ്ട് നാം ഇരിക്കുന്ന ഇരിപ്പ് മാറണം. ഇനി അന്തരീക്ഷമൊക്കെ ഒന്ന് മാറ്റണം. ഒരു ഹല്ലേലൂയ എന്ന് പറ. ഇതൊക്കെ പൊളിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഈ സ്തോത്രം, നിങ്ങളുടെ അകമൊന്ന് പൊളിയാതെ ഇത് പൊളിയത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആളുകൾക്ക് ഈ തെറ്റെന്ന് പറയല്ല. എന്നെ ഒന്നെങ്കിൽ ഇന്നത്തോടെ പറഞ്ഞു വിട്ടേക്കണം, പിന്നെ വിളിക്കരുത്. സ്തോത്രം. എന്നാലും എനിക്കിഷ്ടമാണ്, അതാണ് എനിക്കിഷ്ടം. സ്തോത്രം. അതുകൊണ്ട് പറയുക, ഈ നമ്മൾ ചിലതിനകത്ത് അങ്ങ് സെറ്റായി പോകും അല്ലേ? ശ്രദ്ധിച്ച് കണ്ടിട്ടില്ലേ? ഗ്ലോറിയൻ്റെ ഇരിക്കുന്ന സെയിം കസേര ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ കസേര കിട്ടിയില്ലെങ്കിൽ നാളെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ആൻറ്റി ഈ കസേരയുമായിട്ട് അങ്ങ് ബന്ധിക്കപ്പെട്ടു പോയി. അതങ്ങനെയാ അല്ലേ? ആൻറ്റി ഓടി വന്നാൽ കസേര കിട്ടും, ഓടെ കൊണ്ടുവന്ന് ബൈബിൾ വെക്കും അല്ലേ? ആ കസേര ഇല്ല എങ്കിൽ ഇനി ആൻറ്റിക്ക് തന്നെ അവിടെ ഉണ്ടെങ്കിൽ പുറകെ എന്നിട്ട് വേറെ ആളെ കയറ്റിയിരുത്തിക്കുക. അല്ലെങ്കിൽ ഇത്തിരി ഗാംഭീര്യം കുറയും. അത് നമ്മുടെ പെന്തക്കോസ്തിനകത്തൊരു ശാപമാന്നേ. അല്ലല്ലോ, കുറച്ച് ആൾ കഴിയുമ്പോൾ സെക്രട്ടറിക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിൽ സെക്രട്ടറി അന്ന് കൈവക്കത്തില്ല, കൈയടിക്കത്തില്ല. അമ്മ സെക്രട്ടറിയുടെ അമ്മാമ്മ കൈവക്കത്തില്ല. ഇതൊക്കെ അരുതാതെ പിശാച് സെറ്റ് ചെയ്ത് കളഞ്ഞു. ഈ സെറ്റായത് പൊളിയാതെ സഭ അനുഗ്രഹിക്കപ്പെടില്ല. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ആദ്യം ഇതങ്ങ് പൊളിയണം. നമ്മുടെ ആഗമ പൊളിയേണ്ടത്. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ഇതങ്ങ് പൊളിയണം വെച്ചാ. ഇത് പൊളിയാതെ നമ്മുടെ ചർച്ച ഒന്നും പൊളിയത്തില്ല. ഒരു ആമേനൊന്ന് പറ. എന്ന് വെച്ചാൽ ചിലതിനകത്ത് നമ്മൾ എന്തായി? സെറ്റായി പോയി. ആ സെറ്റായതിനകത്തൊന്നും മാറാൻ നമുക്കൊരിക്കലും എന്തില്ല. ഞാനൊരു ദിവസം സങ്കീർത്തനം വായിച്ചില്ല. പകരം ഞായറാഴ്ച മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിച്ചു. മലമേലുള്ള പ്രസംഗം. ഒരു പുള്ളി ബൈബിളും തുറന്നില്ല, വായിച്ചില്ല. പുള്ളി ബൈബിൾ തുറന്നില്ല. ഞാൻ നോക്കിയിരിക്കുക. പുള്ളി ബൈബിളും എടുത്തില്ല, ഒന്നും എടുത്തില്ല. പുള്ളി കൈ കെട്ടിയിരുന്നു. കഴിഞ്ഞപ്പോ ഞാൻ ചെന്നാച്ചാ സങ്കീർത്തനം വായിക്കാതെ ഒരല്ലില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു 5-6 ആഴ്ച സങ്കീർത്തനമേ വായിച്ചില്ല, ഒരല്ലില്ലെന്ന് പറഞ്ഞു. ലേഖനം വായിച്ചു, സുവിശേഷം വായിച്ചു, അങ്ങനെ വായിച്ചു. ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഭൂതം വിട്ടുപോയി. പിന്നെ ബൈബിൾ ഉറക്കാൻ തുടങ്ങി. ഒരല്ലെന്ന് പറ. പിന്നെ എന്നെ ആരും പറഞ്ഞു വിടാനൊന്നുമില്ല. എനിക്ക് ട്രാൻസ്ഫർ ഇല്ല, ഞാൻ തന്നെ പണിത് ചേർച്ച. ജരാത് ഭാഷ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ അവിടെ നടക്കും, ഇവിടെ നടക്കത്തില്ലെന്ന്. അഭിഷേകം ഉണ്ട്, ഇവിടെ നടക്കും. അഭിഷേകത്തിനാണ് പൊളിക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ അല്ലേ? യെരമ്യാവിനെ ദൈവം അഭിഷേകം ചെയ്ത് ഇടിപ്പാനും പൊളിപ്പാനും നിർമൂലമാക്കാനും പണിയാനുമാണ്. ചിലതൊക്കെ അങ്ങ് പണിയണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ ഞാൻ തിരിച്ചു വരാം. അപ്പോ ഈ ചില ദൈവപ്രവർത്തികൾ ഇതിനകത്ത് നടന്നേ പറ്റൂ. മോനെ, ആ വാക്യം ഒന്ന് എടുക്കണമല്ലോ. ഞാൻ പറഞ്ഞ വാക്യം ഇവർക്ക് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ. ലൂക്കോസ് 11:20. വേഗം വായിച്ചോ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ലൂക്കോസ് 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. നല്ലൊരു ആമേൻ പറ. സ്തോത്രം. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞു. എന്നാ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ആമേൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യം ഇതിനകത്തുണ്ടെന്ന് ഇടക്കിടക്ക് വെളിപ്പെടുന്ന എന്നാന്നറിയാമോ? ചിലതിൻ്റെയൊക്കെ ഭൂതമൊക്കെ ഇളകണം. ജെറാൾഡ് പാസ്റ്റേ, സന്തോഷമാണോ?
ഭൂതം ഇളകി എല്ലാരും ഇളകും. അതൊരു ഭയങ്കര കാര്യമാണ്. ഞാൻ ആദ്യം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ശുശ്രൂഷ, പിന്നെ ഈ തൊണ്ടയൊക്കെ സർജറി കഴിഞ്ഞു. 6 വർഷം മുമ്പ് തൊണ്ട സർജറി കഴിഞ്ഞതാ. ശബ്ദമൊന്നും എടുക്കാൻ വയ്യ. ആമേ, സ്തോത്രം. പണ്ട് ഇത് തന്നെയായിരുന്നു സ്ഥിരം പരിപാടി. ചർച്ചിനകത്ത് ഇങ്ങനെ കൊണ്ടുവരും, കുത്തിയിരിക്കും, പ്രാർത്ഥിക്കും, പുറത്താക്കും. പിന്നെ ഞാൻ തീരുമാനം എടുത്തു ദൈവത്തോട്, ഇനി ഞാൻ പുറത്താക്കത്തില്ല. ആരുടെ? പെന്തക്കോസ്തുകാരുടെ ഭൂതം പുറത്താക്കത്തില്ല. പെന്തക്കോസ്തുകാരന്റെ ഭൂതം ഞാൻ എന്ത് ചെയ്യത്തില്ല. ബാക്കി ആരുടെ വന്നാലും കുത്തിയിരുന്ന് പുറത്താക്കിയിട്ടേ വിടത്തുള്ളൂ. അത് സമയമെടുത്താണേലും ഇരുത്തി പുറത്താക്കിയിട്ടേ വീട്ടിൽ പോകും. ഓ, പെന്തക്കോസ്തുകാരന് ഭൂതം കയറുന്നെങ്കിൽ അവൻ വേറെ വഴി പോയിട്ടാ ഒരല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ ഈ പൊതു ശുശ്രൂഷകന്മാരാണ്. ഞാൻ 94 തൊട്ട് പൊതു ശുശ്രൂഷ ഇങ്ങനെ ചർച്ചകൾ കയറി ഇറങ്ങി പ്രസംഗിക്കുന്ന. അപ്പൊ ചില ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ കടുകട്ടിയ, അല്ലേലുയോ പറയില്ല, സ്വോത്രം പറയില്ല. ഞാൻ 100 രൂപ കൊടുത്തിട്ട് ഒരാളെ കൊണ്ട് സ്വോത്രം പറയിപ്പിച്ചിട്ടുണ്ട്. എന്നാ 100 രൂപ പേടി ഒരു സ്വോത്രം പറ. കാരണം എന്ത് ചെയ്യും ഒരു അല്ലെന്ന് പറഞ്ഞ് കാശ് വെച്ചാ 100 രൂപ രാച്ച ഒരു സ്വോത്രം പറ എന്ന് പറഞ്ഞ് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. ഒരു അല്ലെല്ലോ എന്ന് പറഞ്ഞു. ഒരു നാണവും ഇല്ല. നമുക്ക് ജീവിക്കണ്ടേ ഒരു അല്ലെല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാനൊരു പരിപാടി പഠിച്ചു. ഈ അല്ലെലിയോ സ്വോത്രം ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല. ഞാനിങ്ങനെ പ്രസംഗിക്കാൻ ചെന്ന് കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കും. ഇങ്ങനെ മുഖത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉടക്കും. പതുക്കെ ചെന്ന് കൈവെക്കും, എങ്ങനെ ഇളകും. ഇവിടെ ഇളകുമ്പോൾ ഇവരെല്ലാവരും ഇളകും. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി അതാ. ഞാൻ ശുശ്രൂഷയ്ക്ക് കയറി ഇങ്ങനെ, അതുകൊണ്ടാണ് കുറച്ചുകൂടി അടുത്തിറങ്ങി വന്നത്. ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അവരല്ലെന്ന് പറഞ്ഞ് അവൾ പേടിച്ചാ ചിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ശരിക്കും നോക്കുമ്പോൾ അറിയാം. നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം. ഉണ്ടെങ്കിൽ അത് ശാസിക്കുകയൊന്നും വേണ്ട, അതങ്ങോട്ട് തന്നെത്താൻ ഇളകിക്കോളും. ഇളകി കഴിയുമ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് ചോദിക്കും ആരുടെ കൂടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൾ തന്നെ കാണിക്കും. അപ്പം നമ്മൾ ചോദിക്കും ഇവിടെ ആരും കൂടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ പറയും അച്ചായൻ്റെ കൂടെ പോയേക്കാന്ന് പറയും. അച്ചായൻ പിന്നെ രക്തത്തിൻ്റെ കളിയാ. രക്തം ചെയ്യാൻ പറഞ്ഞ അച്ഛൻ നിർത്തത്തില്ല. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി, അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞപ്പൻ ഉണ്ടെങ്കിൽ ആ കുഞ്ഞപ്പനെ അങ്ങ് ഇളക്കും. കുഞ്ഞപ്പൻ ഇളങ്ങിയ സഭ മൊത്തം അങ്ങ് ഇളകും. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. ആമേ. അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് എന്താ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ആൾക്കാർ വന്നിരിക്കുന്നു. ഇനി അടുത്ത വാക്യം, ബലവാൻ. വായിച്ചോ. ബലവാനായുധം ധരിച്ചു തന്റെ അരമന എന്ത് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ബലവാനുണ്ട്. ഇവിടെ ഒരു ബലവാനുണ്ട്. ഈ കൊല്ലം പട്ടണത്തിനൊരു ബലവാനുണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? അവൻ ആയുധം ധരിച്ച് അവന്റെ അരമന കാക്കുക. ഒരു അല്ലരി എന്ന് പറഞ്ഞേ, അവൻ അരമന കാക്കുക. ദൈവം ശ്രദ്ധിച്ചോ, ഈ പട്ടണത്തിൽ നാളുകളായി അരമന കാക്കുന്ന ഒരു ബലവാനുണ്ട്. അവനെ ജയിക്കണമെങ്കിൽ അടുത്ത വാക്യം പറയുന്നു. അടുത്ത വാക്യം, അവനിലും ബലവാനായവൻ ഇതിനകത്ത് എഴുന്നേക്കണം. അവനെ ജയിക്കണമെങ്കിൽ, ഈ പട്ടണത്തില് ദുർഭൂതത്തെ ജയിക്കണമെങ്കിൽ, ഈ പട്ടണത്തില് അന്ധകാര ശക്തിയെ ജയിക്കണമെങ്കിൽ അവനിലും ബലവാൻ. കരമടിച്ച് അല്പസമയം ആരാധിച്ച് അവനിലും ബലവാൻ ഇതിനകത്ത് എഴുന്നേക്കട്ടെ. അവനിലും ശക്തിയുള്ളത് ഇന്ന് പകൽ എഴുന്നേക്കട്ടെ. ഓ റിബനഗസതലെ റകതല റബന ഹല്ലേലൂയ. ഓ റിബനഗസതലെ റബലര ഉഡതല റഗസതലെ റികതല റബലര ഹല്ലേലൂയ. അവനിലും ബലവാൻ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ പകൽ അവനിലും ബലമേറ്റത്, അവനിലും ശക്തിയേറ്റത്, അവനിലും ദൈവകൃപയേറ്റത്. എഫെസ്യ ലേഖനം പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആളവട്ട വലിപ്പ് ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുക. മക്കളെ, ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ അവസരമൊന്നും പാഴാക്കരുത്. കുഞ്ഞുങ്ങളെ, ഇന്ന് ആരെങ്കിലും ഒക്കെ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നുള്ളിൽ നിങ്ങൾ എല്ലാം അഭിഷേകം പ്രാപിക്കണം. ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കണം. കരമുയർത്തി ഒരാമേൻ പറ. എനിക്കറിയില്ല, പക്ഷേ ഞാനങ്ങ് എൻ്റെ ഹൃദയം തുറന്നങ്ങ് പ്രസംഗിക്കുക കേട്ടോ. സന്തോഷമല്ലേ?
ഞാൻ എൻ്റെ സ്വന്തം ചർച്ചിൽ പ്രസംഗിക്കുന്ന പോലെ ഞാൻ അങ്ങ് ഹൃദയം തുറന്ന് പ്രസംഗിക്കുക. അവൻ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഡെലിവറൻസ് മീറ്റിങ്ങിനകത്ത് ഭൂതം പിടിച്ചത് എവിടെ നിന്നെങ്കിലൊക്കെ വരും. ഞങ്ങൾ പ്രാർത്ഥിച്ച് മുറിയുണ്ട്, അതിനകത്ത് പുറത്താക്കും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഒരു പയ്യൻ എൻ്റെ പുറകിൽ ഇങ്ങനെ തോണ്ടുന്നു. ഞാൻ ചെന്നാടാന്ന് ചോദിച്ചു, പക്ഷേ എനിക്കും തരുമോ ഒരെണ്ണത്തെ പുറത്താക്കാൻ? ഞാൻ ഇത് ലോഡ് അൺലോഡിങ് പരിപാടിയല്ല. അവനിത് കണ്ടപ്പോൾ അവനൊരാഗ്രഹം, അവനും എന്ത് ചെയ്യണം, എവിടെ ഒരെണ്ണത്തെ പുറത്താക്കാൻ. ഞാൻ പോടാന്ന് പറഞ്ഞു. ഇത് CIT-ക്കാര് INTC-ക്കാര് ലോഡ് അൺലോഡിങ് ചെയ്യുന്ന പറയും, ഇതിന് കൃപ വേണം. ഇതിന് എന്ത് വേണം? ഇതിന് ദൈവകൃപ വേണം. കൃപയില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. നിന്റെ ഒരു പരിപാടി ഇതിനകത്ത് നടക്കത്തില്ല. ഒരു അല്ലലി എന്ന് പറഞ്ഞേ. അവ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റേ ഇതെങ്ങനെയാ പാസ്റ്റേ പുറത്തു പോകുന്നത്? ഞാൻ കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? ദൈവം കൃപ തരും. അന്ന് ഞങ്ങളുടെ ചർച്ച ഒരു പ്രിൻസ് ഹോട്ടലിനകത്താണ്. പിറ്റേ ദിവസം രാവിലെ തിങ്കളാഴ്ച കൽപ്പണിക്കാരനാ, ഈ മേസൺ വർക്കർ, വീട് പണിക്കാരനാ. ഒരു BSS സൈക്കിളിന് പുള്ളി ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് അവരൊക്കെ തൂക്കിയിട്ട് പണിക്ക് പോകുന്നൊരു പയ്യനാ, ഷാജൻ എന്ന പേര്. ഇവൻ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ താക്കോൽ തരുമോ? എന്തിനാ? ഞാൻ പ്രാർത്ഥിക്കാൻ കയറിയ നേരെ ചർച്ചിൽ പോയിട്ട് ഒറ്റ ഇരിപ്പ് 40 ദിവസം ഉപവാസം. ചർച്ചിൽ കിടക്കും, ചർച്ചിൽ കുളിക്കും, ചർച്ചിൽ നിന്ന് വെള്ളം കുടിക്കും. 40 ദിവസം. ഈ 40 ദിവസം ഉപവാസം കഴിഞ്ഞ ഒരു സൺഡേ ഇങ്ങനെ സഭ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞടാ, ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഒന്ന് ഇറങ്ങി അന്യഭാഷ പറഞ്ഞ് കൈയടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുൾപിറ്റ് നിൽക്കുമ്പോൾ ഇവനിങ്ങനെ നടന്നിങ്ങനെ കൈയടിച്ച് പോകുമ്പോൾ ഇവൻ പോയ പോക്കില് ആമേൻ അടുത്ത് ഇന്നൊരു പെണ്ണിന്റെ ഭൂതം ഇളകിയിട്ട് ഈ ഭൂതം, ഞാൻ സാക്ഷിയാ, ഭൂതം പറയാ അടുത്തു വരരുത്, അടുത്തു വരരുത്, തീ തീ തീ. അപ്പൊ എനിക്ക് മനസ്സിലായി, ദാണ്ട് ആ സംഭവം അവിടെ കത്താൻ തുടങ്ങി. ഞാന് അന്ന് പ്രാമേൻ മീറ്റിംഗ് കഴിഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവം നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അത് ചെയ്തേക്കണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററാണ് ആ ഷാജൻ ജോർജ്. ആമേൻ. ഞാൻ പണിതതിനേക്കാൾ വലിയ ചർച്ച അവൻ പണിതു. ആമേൻ. എൻ്റെ ചർച്ചിൽ 100-700 പേരെ ഉള്ളെങ്കിൽ അവൻ്റെ ചർച്ചിൽ 10,000-ലധികം ആളുകൾ കൂടുന്നു. 2 സർവീസ് ഉണ്ട് കോട്ടയത്ത്. ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചർച്ച് അവൻ്റെ ചർച്ച. നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, എന്നും ഇതുപോലെ വിഷയങ്ങൾ കൈമാറുകയാണ്. ഞങ്ങളുടെ ഡെലിവറൻസ് ചർച്ചിൻ്റെ 2ാമത്തെ വലിയ ചർച്ചാണ് കോട്ടയത്ത്. എല്ലാ ആഴ്ചകളിലും സ്നാനം, എല്ലാ ആഴ്ചകളിലും സ്നാനം. ആമേൻ. ഏകദേശം 6,000-7,000 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയ പള്ളി, അതിനകത്ത് 2 സർവീസ്, ഒരൊറ്റ ശുശ്രൂഷ ഒരുവനെ ദൈവം ഏൽപ്പിച്ചതാ. അവൻ പോകാത്ത രാജ്യങ്ങളില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങളുടെ ദൈവദാസൻ പ്രസംഗിക്കുന്ന പ്രസംഗം ഉണ്ടല്ലോ, ചാടിക്കേറി പിടിച്ചേക്കണം. ഹല്ലേലൂയ. മക്കളെ, ഈ ദൂത പറയുന്നത് ഈ 19ാമത്തെ ദിവസം നിങ്ങളുടെ അഭിഷേകത്തിന് പുൽപ്പിറ്റിൽ നിന്ന് എന്ത് ദൂത് പറഞ്ഞാലും അത് ചാടി കയറി അങ്ങ് പിടിച്ചേക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ കൃപയാൽ താഴ്മയോടെ പറയുക, ഈ കുറഞ്ഞ കാലഘട്ടത്തിനകത്ത് ദൈവം പലയിടങ്ങളിൽ പല ഭാഷക്കാരുടെ നടുവിൽ ദൈവം ഉപയോഗിച്ചു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ, പക്ഷേ ഈ നീഗ്രോസിന്റെ നടുവിലെ ശുശ്രൂഷ, കർത്തവർഗക്കാരുടെ അവിടെ നടുവിൽ ദൈവവചനം പ്രസംഗിക്കുന്നത് അച്ഛാ ഒരു ആനന്ദമാണ്. എന്നെ രസമെന്നറിയോ, ഞാൻ ബഹറിലൊരു മീറ്റിംഗ് പ്രസംഗിച്ച് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 120 കിലോ വണ്ണമുള്ള ഒരു തടിയും വന്ന് എന്നെ അങ്ങ് പൊക്കിയെടുത്തു. എന്നിട്ട് കൊച്ചുങ്ങളെടുത്ത് ഒക്കത്ത് വെക്കുന്നത് വെച്ച് ഇവൻ ഡാൻസ് കളിക്കുക. ഞാൻ വെക്കടാന്ന് പറഞ്ഞു താഴെ. വല്ല ഉരുട്ടിയിട്ട് എനിക്ക് ഒച്ചി പോകുന്നതാ, താഴെ വെക്ക്. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത പുള്ളി പറഞ്ഞു, പക്ഷേ ഇവരിങ്ങനെയാ, വാചനം അകത്ത് കയറി കത്തിയാൽ അവർ ഡാൻസ് ചെയ്യും. ഒരല്ലൊക്കെ പറ. പക്ഷേ പറ്റുമെങ്കിൽ അവരുടെ ഇടയിൽ പോയി പ്രസംഗിക്കണം. എന്നെ രസം എന്നറിയോ, നമ്മൾ പ്രസംഗിച്ച് ഈ വചനമങ്ങ് പ്രസംഗിച്ച് ആവേശം വരുമ്പോ ഇവർ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ അങ്ങ് ഡാൻസ് ചെയ്യും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആദ്യമൊക്കെ എനിക്കിത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവർ ഡാൻസ് ചെയ്യുമ്പോൾ ഞാനും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഒരു ഭയങ്കര അന്തരീക്ഷമാ. ദൈവം ഒരു ദൂത പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് ഇരിക്കരുത്, ചാടിക്കേറി പിടിച്ചേക്കണം, ചാടിക്കേറി പിടിച്ചേക്കണം. ഇന്ന് പകൽ ദൈവം എന്താണോ പറയുന്നത് അത് ഇന്ന് പകൽ പിടിച്ചേക്കണോ. ആരാധിക്കണമോ ആരാധിച്ചേറ്റെടുത്തേക്കണോ. ആത്മാവിൽ ഡിക്ലെയർ ചെയ്യണോ, അത് ഡിക്ലെയർ ചെയ്യുക. Hallelujah.
ഓ ശബല റാക്കന തേലരെ, ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല ഒരു അസാധാരണ ദൈവമഹത്വം ഇന്ന് പക ദൈവം പകരട്ടെ. ജീസസ്. എനിക്കറിയാം ഇതിനകത്ത് കർത്താവിന്റെ ദാസന്മാരുണ്ട്. നിങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുക. പക്ഷെ ഞാൻ ഒരിക്കലേ ഇങ്ങനെ പ്രസംഗിക്കുക കേട്ടോ. പ്രസംഗിച്ച് ആവേശം കൂടിയപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിശ്വാസം അങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇതിനകത്തിരിക്കുന്ന നിന്നെയൊക്കെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് കർത്താവ് കൊണ്ടുപോകും. ഞാനങ്ങ് ചുമ്മാ ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് നിന്നെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കും, പ്രാർത്ഥിക്കും. വിശ്വാസം ഉണ്ടായാൽ. അപ്പൊ ഞാനിത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ ഈ പയ്യനുണ്ട്, നേരത്തെ പറഞ്ഞവൻ, ഇവൻ വന്ന് എന്റെ കാലിനടുത്തിരിക്കുക. അവ ചെന്നാടാ ആ പുള്ളിയാന എന്താര് പറഞ്ഞാലും അത് കയറി പിടിക്കും. ഞാൻ ഇവനെ കൊണ്ട് മടുത്തല്ലോ തമ്പുരാനെ. ഒരു PSA സൈക്കിളും നൽകാടില്ലാത്ത സൈക്കിളാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിന് പോകാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ തന്നെ പറഞ്ഞു പോയില്ലേ, എന്താ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, കർത്താവേ ഇവന്റെ വിശ്വാസത്തെ ദൈവം മാനിക്കണേ എന്ന് പറഞ്ഞു. ആമേ. ഒരു 5-8 വർഷം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വരിക. സിഡ്നിയിൽ നിന്നാണ് വരുന്നത്. സിഡ്നിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഷ ഒന്ന് വീഡിയോ കോൾ വന്നേ. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവൻ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇരിക്കുക. ഈ കഴിഞ്ഞ വർഷം അഡലേഡ് പോയി ഭയങ്കര ഫേസ്ബുക്കിലും ഒക്കെ ഹല്ലേലൂയ മാസിൽ വന്ന് 32 സായിപ്പന്മാരെ ഒരുമിച്ച് അഡലേഡ് വെള്ളത്തിലർക്ക് സ്നാനപ്പെടുത്തിയെന്നും പറഞ്ഞ് അതവനാ. മൊത്തം അത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി 32 സായിപ്പ്മാരെ ഒരുമിച്ച് ആമേൻ ഇറക്കി നിർത്തി സ്നാനപ്പെടുത്തിയിട്ടാവും പോന്നു. അങ്ങനെ സ്നാനപ്പെടുത്തിക്കുമ്പോൾ ഒരു സായിപ്പ് വന്നിട്ട് പ്രാർത്ഥിച്ചു. പുള്ളിയുടെ ഭൂതമിളകി. ആമേൻ. പുള്ളിയുടെ വീട് മെൽബണില്ല. പുള്ളി പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥി. പുള്ളി പറഞ്ഞു, എനിക്ക് വൈകിട്ട് മീറ്റിംഗ് കൊണ്ട് വരാനൊക്കത്തില്ല. പുള്ളി ഞാൻ നിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊണ്ടുപോകും. ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ച് മെൽബണിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഈ ദൈവത്തിന്റെ ദൂതിനോട് പ്രതികരിച്ചാൽ നിന്റെ ചരിത്രം ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതിനോട് മക്കളെ നിങ്ങൾ പ്രതികരിച്ചാൽ, ദൈവത്തിന്റെ അരുളപ്പാടിനോട് നിങ്ങൾ പ്രതികരിച്ചാൽ, ഇതൊന്നും ഞാൻ ചുമ്മാ പറയുകയല്ല. കോട്ടയത്തുള്ള ഷാജൻ പാഷ് ഇന്നും ജീവനോടെയുണ്ട്. ഇന്നും അവൻ അവിടെയുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, അവൻ ദൈവദാസനെ വിളിക്കാം. അവൻ ഈ പകൽ ദൈവാത്മാവ് ഞാൻ പറയുന്നു, ഈ 19ാമത്തെ ദിവസം എന്നാൽ ബലവാൻ ആ യുദ്ധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും അവൻ വന്ന് അവനെ ജയിച്ച് അവന്റെ ആയുധം എപ്പിച്ച് അവന്റെ കൊല്ല പകത്തിടണം. ഹല്ലേലൂയ. ഈ ഉപവാസം എന്തിനാണെന്നറിയോ? ഈ ഉപവാസം എന്തിനാണെന്നറിയോ? അവനിലും ബലമേറ്റെടുക്കാനാ, അവനിലും ശക്തി പ്രാപിക്കാനാ, അവനെ ജയിക്കാൻ. അല്ലേ? ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമ്പോൾ അവനെ ജയിക്കണമെങ്കിൽ സാധാരണ ശക്തി പോലെ അമിത ബലം വേണം. അമിത ബലം. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മിൽ വ്യാപരിക്കണം. വിശ്വസിക്കുന്നവരൊക്കെ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഞാന് ആമേൻ. ദൈവദാസ എനിക്കൊരു സമയം തന്നിട്ടുണ്ട്, തീരത്തില്ല, പക്ഷെ അതിനകത്ത് നിർത്താം. ഈ സ്മിത്ത് വെഗസ്വർത്തിന്റെ തനിക്കൊരു മോളുണ്ട്, തനിക്കൊരു മകളുണ്ട്. ഈ മകളുടെ ഹസ്ബൻഡിന്റെ പേരാണ് സെൽട്ടൺ. എന്നാണ്? സെൽട്ടൺ. തൻ്റെ ഈ സെൽട്ടന്റെ ഒരു സ്നേഹിതനുണ്ട്. സ്നേഹിതന്റെ പേര് ബെർട്ടൺ എന്ന് പറഞ്ഞ്. സെൽട്ടനും ബെർട്ടൺ, ഇവർ രണ്ടുപേരും കൂടി ആഫ്രിക്കയിൽ മിഷണറി ആയിപ്പോയി. ആഫ്രിക്ക മിഷണറി. ഇവർ പോകുന്ന പോക്കിൽ ഒരു യവനക്കാരൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയെ കൂടെ കൂട്ടി. ഒരു അപ്പച്ചൻ പറഞ്ഞു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പച്ചനും കൂടി പോകുന്ന വഴിക്ക് യാത്ര നടുവിൽ അപ്പച്ചൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. യവനക്കാരൻ അവിടുത്തെ പ്രതിസന്ധി കണ്ട് തിരിച്ചു പോന്നു. പക്ഷെ സെൽട്ടനും ബെർട്ടനും ആഫ്രിക്കയിൽ നരഭോജികളുടെ നടുവിൽ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നാൾ പോയ സമയത്ത് ഈ സെൽട്ടനെ അവിടുത്തെ ഒരു കൊതുക് കുത്തി.
അത് നിമിത്തം തൻ്റെ ശരീരം അവൻ വ്രണം വന്ന് പൊങ്ങുകയും ഭയങ്കര പനി പിടിച്ച് മരണത്തോട് മല്ലടിക്കുകയും ചെയ്തു. അവൻ തനിക്കറിയാം കൂട്ടുകാരൻ ബെൽട്ടൻ പറഞ്ഞു, സെൽട്ടന്റെ കാര്യം പോക്ക, മരിക്കും. ഒരു കൊച്ചു കൂടാരത്തിനകത്ത് മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ബെൽട്ടൻ പുറത്തു വന്നിരുന്ന് ആത്മാവിൽ വാവിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കൂടാരത്തിനകത്ത് കിടക്കുന്ന സെൽട്ടൻ ആയുസോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ വെളി വന്നു. അപ്പോൾ ചോദിച്ചു എന്നാ പറ്റിയെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ബെൽട്ടൻ, ഞാൻ കിടന്ന ഈ ഷെഡിനകത്ത് ഒരു മഞ്ഞുമല ഇറങ്ങി വന്നു. ആ മഞ്ഞുമല ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഐസ് പോലങ്ങായി. ആ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു ഭുജം ഇറങ്ങി വന്ന് എന്നെ തൊട്ടു. പരിപൂർണ സൗഖ്യമുള്ളവനായി. ഞാൻ ഈ പറയുന്നത് ചരിത്രമാകട്ടോ. ചാമൻ സൗഖ്യമുള്ളവനായി. ഈ സൗഖ്യം കണ്ട് അവർ ഒരുമിച്ച് അവിടെ യേശുവിനെ പ്രസംഗിച്ചു. നാളുകൾക്ക് ശേഷം ഇവർ രണ്ടുപേരും കൂടി UK പട്ടണത്തിൽ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവൻ ദൈവദാസനൊക്കെ അറിയാം. ബ്രിസ്റ്റോൾ പട്ടണത്തിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി ഇവർ രണ്ടുപേരും കൂടി വന്നു. ഒരു ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ സെൽട്ടൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എന്റെ പേര് സെൽട്ടൻ, എന്റെ കൂടെ ഒരു ബെൽട്ടൻ ഉണ്ട്. ഞങ്ങൾ ഇരുവരും ആഫ്രിക്കയിൽ നിന്ന് വന്നതാ. ഞങ്ങള് മിഷണറിമാരാ. ഇത് പറഞ്ഞ ഉടനെ ഈ പ്രാർത്ഥന കൂടുന്ന നടുവിൽ ഒരമ്മച്ചി അങ്ങ് ചാടി എണ്ണിട്ടു. എന്നിട്ട് അവര് പറഞ്ഞു, സെൽട്ടൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസത്തെയും കാര്യം എഴുതാറുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടട്ടെ, ഡയറി തുറക്കാവൂന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, ഇന്ന വർഷം ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങൾ രോഗശയ്യയിൽ കിടന്നപ്പോൾ ഒരു ഭുജം ഇറങ്ങി വന്ന് നിങ്ങൾ തൊട്ടോ. സെൽട്ടൻ ഞെട്ടി നിൽക്കുക, വാവിട്ട് നിൽക്കുക. ഉടനെ അമ്മച്ചിയോട് ചോദിച്ചു, യെസ്. ഇനി ഡയറി തുറക്കാൻ പറഞ്ഞു. ഡയറി വന്നപ്പോൾ ഈ മനുഷ്യൻ സൗഖ്യമായ സമയം, ഡേറ്റ് കൃത്യം എഴുതി വെച്ചിരിക്കുക. അമ്മച്ചി വീണ്ടും ആവർത്തിച്ചു, ഒരു രാത്രി ഞാൻ നല്ല ഉറക്കത്തിലാകുമ്പോൾ എന്നെ ആരോ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മച്ചി വെച്ച് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷക്കകത്ത് ഒരു പേര് വരുന്നു, സെൽട്ടൻ. രണ്ടാമത്തെ പേര് ആഫ്രിക്കയിൽ. അമ്മച്ചി ആത്മാവിൽ അന്യഭാഷ പ്രാർത്ഥവേ, സെൽട്ടൻ ആരാന്നറിയില്ല, ആഫ്രിക്കയിലാന്നറിയ. ആ മനുഷ്യന്റെ മേൽ യഹോവയുടെ ഭുജം ഇറങ്ങി വരട്ടെ, യഹോവയുടെ ഭുജം ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ ഭുജം ഇറങ്ങി വരട്ടെ. കിലോമീറ്ററുകൾ ദൂരത്ത് കിടക്കുന്ന സെൽട്ടൻ താമസിച്ച കൂടാരത്തിനകത്ത് യഹോവയുടെ ഭുജം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് മകൻ നിനക്ക് വേണ്ടി, നിന്റെ തലമുറക്ക് വേണ്ടി ദൂരത്ത് അവ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു വിടുതലിന്റെ ഭുജം ഇന്ന് മക ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. മക്കളെ, ഇന്ന് ഞാൻ പ്രവചിച്ചുകൊണ്ടാ പ്രസംഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ പ്രവചിച്ചുകൊണ്ടാ പ്രസംഗിക്കുന്നത്. ഈ 19ാമത്തെ ദിവസം നിങ്ങൾ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ ഏത് രാജ്യത്താണോ നീ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവിടെ യഹോവയുടെ ഭുജം വെളിപ്പെടാൻ പോകുക. ഒരു പക്ഷേ നിന്റെ കുഞ്ഞിന് വേണ്ടിയാകാം, ഒരു പക്ഷേ നിന്റെ ഭർത്താവിന് വേണ്ടിയാകാം, ഒരു പക്ഷേ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാകാം. അവർ ഏത് രാജ്യത്താണോ ആ സ്ഥലത്തേക്ക് യഹോവയുടെ ഭുജം ഇന്ന് രാപകൽ കരമടിച്ച് ശക്തിയോടെ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ആ കരം ഇന്ന് വെളിപ്പെട്ട് വരാൻ പോകുക. എവിടെയൊക്കെയോ ഒരു വിടുതലിന് വേണ്ടി, എവിടെയൊക്കെയോ ഒരു സൗഖ്യത്തിന് വേണ്ടി, എവിടെയൊക്കെയോ ഒരു തിരിച്ചുവരവിന് വേണ്ടി, എവിടെയൊക്കെയോ ചിലത് തിരിച്ചു പിടിക്കേണ്ടതിന് യഹോവയുടെ ഭുജം നിനക്ക് വേണ്ടി ഈ 19ാമത്തെ ദിവസം ചലിക്കും.
ഇന്ന് പകലിലും വിശ്വസിക്കാമെങ്കിൽ കരമൊക്കെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഈ ഭുജം നിനക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കും. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. ഇനി ഒരല്പം വേഗത്തിൽ ഞാനൊന്ന് പോകും കേട്ടോ, ഒരല്പം സ്പീഡിൽ പോകും, എന്നാലേ എനിക്ക് നിർത്താൻ കഴിയത്തുള്ളൂ. ഈ യഹോവയുടെ ഭുജം എന്നെവിടെയൊക്കെ നിങ്ങൾ കാണുമോ അവിടെയെല്ലാം നിങ്ങൾ അറിയേണ്ട വേദപുസ്തകത്തിന് മറ്റു ചില പര്യായ പദമുണ്ട്. എന്താന്ന് വെച്ചാൽ യഹോവയുടെ ഭുജം എന്നെഴുതിയെടുത്തെല്ലാം ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെ കാണിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ് ഈ യഹോവയുടെ ഭുജം. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? യഹോവയുടെ ഭുജം വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ദൈവശക്തിയെ കാണിക്കുന്നതാണ്. വിശ്വസിക്കുന്നവരാമേൻ പറ. ഇന്ന് പകൽ ആരോടൊക്കെയാ പറയുന്നു? ആ ഭുജം വെളിപ്പെട്ടോ, നിന്റെ കൂടാരത്തിനകത്ത് ദൈവശക്തി വെളിപ്പെടുകയാ, ദൈവശക്തി വെളിപ്പെടുകയാ. ആ ശക്തിയെ തടുക്കാൻ ഒരു അന്ധകാര ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവരെ ആരാധിക്ക്. എന്താണ് യഹോവയുടെ ഭുജം? അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ്. The power of God. എന്താണ് യഹോവയുടെ ഭുജം? അത് ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. The power of God, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവരാമേൻ പറ. ഇന്ന് പകൽ എന്റെ കുടുംബത്തിനകത്ത് ആ ഭുജം വെളിപ്പെടുന്നു. അതിന്റെ അർത്ഥം ദൈവശക്തി എന്റെ കൂടാരത്തിനകത്ത് എന്റെ ദൈവം ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നു. എന്റെ ശുശ്രൂഷയിൽ ആ ദൈവശക്തി ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? മക്കളെ, ഇന്നത്തെ ദൂത് നിങ്ങൾ ആഴമായി വിശ്വസിക്ക്. എന്താണ് യഹോവയുടെ ഭുജം? അത് ദൈവശക്തിയെ കാണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ദൈവദാസൻ ഇവിടെ ഇത് പല ആവർത്തി പ്രസംഗിച്ച് കാണും. മക്കളെ, ഈ ലോകത്തളക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ കയ്യെ കിടക്കുന്ന വാച്ച് എത്ര ഉണ്ടെന്ന് അളക്കാൻ ഇവിടെ മിഷൻ ഉണ്ട്, അല്ലേ? എൻ്റെ ശബ്ദം എത്ര പൗണ്ടാണ് എന്നളക്കുന്ന മിഷൻ ഉണ്ട്. അടിക്കുന്ന കാറ്റ്, അല്ലേ? എന്തിന്? നല്ല ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കുമ്പോൾ പോകുന്ന പന്തിന്റെ വേഗത വരെ അളക്കുന്ന മിഷൻ ഉണ്ട്. എന്നാൽ ഉലകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കാത്തതൊന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവരൊക്കെ ആമേൻ പറ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അളക്കാൻ ഉലകത്തിൽ ഇന്ന് വരെ ഒരു യന്ത്രവും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു മിഷനും കണ്ടുപിടിച്ചിട്ടില്ല. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടിയാ വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ വ്യാപരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇത് അളക്കാൻ ഇവിടത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു യന്ത്രങ്ങൾക്കും കഴിയത്തില്ല, ഒരു കണ്ടുപിടുത്തങ്ങൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അമ്മേ, കർമ്മേലിന്റെ പർവ്വതത്തിൽ നിന്ന് ജസ്രിയേൽ വരെ, അല്ലേ പക്ഷേ? കർമ്മേലിന്റെ പർവ്വതത്തിൽ നിന്ന് ജസ്രിയേൽ വരെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-70 മൈൽ കർമ്മേലിന്റെ മലമുകൾ മുതൽ ജസ്രിയേൽ വരെ ഒരു മനുഷ്യനെ ആഹാബിന്റെ രഥത്തിന്റെ മുന്നിൽ കയറ്റിക്കൊണ്ടുപോയി. എന്താണ്? ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ, അഭിഷിക്തനെ ഇന്ന് പകൽ വിശ്വസിക്ക. ആ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കും. Oh, Shabala Tala Rabalara, Halkana Tela Rabasante Rabalkada. Hallelujah. കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞേ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ഞങ്ങൾ ഈ ലൈവ് ഉള്ളിടത്ത് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പരിമിതപ്പെടുത്തും. കാരണം പരിശുദ്ധാത്മാവും ദൈവമൊക്കെ ഞങ്ങളെ ഫോട്ടോ വെച്ച് നിർത്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിലൂടെയൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അത്രയും കാര്യങ്ങളാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ പട്ടണത്തിൽ ചെയ്തിരിക്കുന്നത്. അതൊക്കെ സഭയുടെ അനുഗ്രഹത്തിനും സഭയുടെ വിശ്വാസം വർദ്ധിക്കാനും ഒരുപക്ഷെ നല്ലതാണ്. പക്ഷെ ഇത് വളരെ ദൂഷ്യമാണ്. ഹല്ലേലൂയ.
ആമേൻ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. ഇതല്ലാതെ ഒരു സമയത്ത് നമുക്കൊന്ന് കൂടാം. അപ്പോൾ ഒരു ചർച്ച് വളരാൻ, ഒരു ചർച്ച് അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാ, ഒരു ദേശത്ത് ആമേൻ സഭ എങ്ങനെ ആമേൻ പന്തലിച്ചു എന്നൊക്കെ നമുക്കറിയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്ത് പിന്നൊരു ദിവസം വരുമ്പോൾ ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാം. നമുക്ക് ആ വിഷയങ്ങളൊക്കെ ചിന്തിക്കാം. നല്ലൊരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ പ്രസൻസിനെ കാണിക്കുന്നതാണ് യഹോവയുടെ ഭുജം. ഇവിടെ ദൈവത്തിന്റെ ഭുജം വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരാമേൻ പറ. ഇവിടെ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഒരു ആമേനൊക്കെ ഒന്ന് പറ ദൈവമക്കളെ. ദൈവത്തിന്റെ പ്രസൻസ്. ഞാൻ പക്ഷെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ജെറാർഡ് പാഷെ എന്തായാലും പാഷ ഇവിടെ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ ചങ്ക തുറന്നങ്ങ് പറയുക, ഈ റോഡിന്റെ സൈഡിലൊക്കെ ദൈവ സാന്നിധ്യം ചലിക്കണം. ഈ സാന്നിധ്യം ചലിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്രയും ആത്മാവിൽ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ ഇതിനകത്ത് മാത്രം ഒതുങ്ങരുത്. ഈ ദൈവ സാന്നിധ്യം വെളിയിലേക്ക് ഇറങ്ങണം, ഈ പട്ടണത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. അല്ലേ? ഇതിനകത്ത് കൊണ്ട് മാത്രം ഒരുങ്ങരുത്. സ്തോത്രം. അടുത്ത വീടുകളിലേക്ക് ഒതുങ്ങണം, അടുത്ത ലൈനിലേക്ക് ഒതുങ്ങണം. സ്തോത്രം. ഞാൻ അല്പം അഹങ്കാരത്തോടെ പറയാറുണ്ട്, കേരളത്തിലെ ഞങ്ങൾ ചർച്ച തുടങ്ങിയതൊക്കെ 97 ചർച്ച തുടങ്ങി, 97. പക്ഷെ കേരളത്തിന്റെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിലില്ലാത്തത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. എന്നാന്നറിയോ? പാസ് വന്ന് കണ്ടതാ, ഫോർട്ട് കൊച്ചിയിലെ ചർച്ചിന് മുമ്പിൽ കിടക്കുന്ന 1.5 കിലോമീറ്റർ റോഡിന്റെ പേര് കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡ് എന്ന് പേര് മാറ്റി. അതാ പറഞ്ഞത്. ഞങ്ങൾ തുടങ്ങിയിട്ട് 97 തുടങ്ങിയതാ. ഒരു പക്ഷേ ഞങ്ങളേക്കാൾ എത്രയോ വർഷം മുമ്പ് നിങ്ങൾ തുടങ്ങിയതാ. പക്ഷേ ഒരു കൊച്ചു എന്താ പറയുന്നത്, ഒരു കൊച്ചു വഴിയുടെ പേരിൽ പോലും നമ്മുടെ ചർച്ചിന്റെ പേര് ഒരു ബോർഡ് വെച്ചിട്ടില്ല. പക്ഷെ എന്നാ കാര്യം എന്നറിയാമോ? ദൈവ സാന്നിധ്യം ഇതിനെ പൊളിക്കും. ദൈവദാസനെ, നീ ഈ ചർച്ച് എന്ന് പറയുന്നത് ഈ പട്ടണം പിടിക്കുന്നതാ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. പട്ടണം പിടിക്കുന്നത് അല്ലേ? ഞാൻ 1-2 കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ കഴുത പോയപ്പോ, കഴുത കാണാതായപ്പോൾ ബാല്യക്കാരൻ പറയുന്ന ഒരു ദൂതുണ്ട്, ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ആ ബേസിൽ വേണം ദൈവസഭ അറിയപ്പെടാൻ. ഇവിടെ ഒരു പ്രവാചകനുണ്ട്. പക്ഷെ ഈ ഉപവാസം ഒരടയാളമാകട്ടോ. ദൈവം നിന്നെ മാറ്റാൻ പോകുക. അഭിഷേകത്തിൽ നിന്റെ ശുശ്രൂഷ, നിന്റെ അധികാരം, നിന്റെ പ്രവചന ദൈവം ഷാർപ്പാക്കാൻ പോകുക. ആത്മാവിനെ പറയുക, ശുശ്രൂഷ ദൈവം ചേഞ്ച് വരുത്താൻ. എന്നോട് കർത്താവ് പറയുന്നു, നിന്നുപോയ ചിലത് ആവർത്തിക്കത്തക്ക രീതിയിൽ ഒരു ദൈവകരം ഇതിനകത്ത് ഇന്ന് വക ചലിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടിയന്റെ പ്രസംഗത്തിനകത്ത് ഒരുപാട് പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു ദൈവമനുഷ്യൻ തുടങ്ങി വെച്ചൊരു ചർച്ച ഇത്. അവരൊക്കെ ഇതിനകത്ത് തങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയതാ. പക്ഷേ കർത്താവേ, ഒന്ന് മടക്കി കൊണ്ടുവരണം. ദൈവമക്കളെ, ഒരു 10-15 മിനിറ്റ് ആമൻ ശ്വാസം കിട്ടാതെ പ്രസംഗിച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവദാസനെ ഇന്ന് വിളിച്ചു ചോദിച്ചോ, അസാധാരണ ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പകലത്തെ മീറ്റിംഗ് മുന്നോട്ട് പോയി 1 മണി കഴിഞ്ഞ് 1:30 2 മണിയായി 3 നിർത്താൻ കഴിയുന്നില്ല. ദൈവ സാന്നിധ്യം ചലിച്ചു. വൈകിട്ടത്തെ മീറ്റിംഗ് 9:30 മണി 10 മണി ആയപ്പോ എങ്ങനെയൊക്കെ ആളുകൾ നിർത്തുന്നില്ല, അതുപോലെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. എന്തിനാ ഇത് പറഞ്ഞത്? ഒരു കാര്യം എന്നെ ഓർപ്പിക്കുന്നു. ആ ദൈവ മനുഷ്യനെ ഓർപ്പിക്കുന്നത് വിധം ചില അഭിഷേകത്തിന്റെ നൂതന ശക്തി പകരുവാൻ ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. ദൈവം ചിലത് പകരാൻ പോകുക. നിന്നുപോയ ചിലത് ഈ ശുശ്രൂഷയിൽ മടക്കി കൊടുക്കാൻ, മടക്കി പ്രാപിപ്പാൻ. പ്രാപിച്ചോ. ചിലത് നിന്നുപോയത്, ചില അഭിഷിക്തന്മാരാൽ നിന്നുപോയത് ഇതിനകത്ത് തുടങ്ങത്തക്ക രീതിയിൽ, ആ അഭിഷേകം തുടങ്ങത്തക്ക രീതിയിൽ, പ്രവചനം തുടങ്ങത്തക്ക രീതിയിൽ ഇന്ന് പകൽ ദൈവസഭ തിരിച്ചു വരട്ടെ.
കർത്താവിദാസൻ ഒന്നിങ്ങ് വന്ന് ഞാന് ഇന്ന് പകൽക്കാലം ആത്മാവി പ്രവചിച്ചു പറയുക. എനിക്കറിയാം, ഞാന് ഒരു കാര്യം ഇങ്ങനെ പറയുന്നു, എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുക. ഈ പകൽ ഇതിന്റെ നടുവിൽ ഈ 19ാമത്തെ ദിവസം ഒരു വലിയ ഇമ്പാർട്ടേഷൻ ദൈവം തന്റെ ദാസന്റെ മേൽ ഇന്ന് പകൽ പകരാൻ പോകുക. അത് പ്രവചനത്തിന്റെ ആഴമായ പ്രൊഫസി ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. 10,000ങ്ങളോട് അത് വളരെ ഷാർപ്പായി പ്രവചിക്കത്തക്കവണ്ണ ഒരു പ്രവാചക അഭിഷേകം. കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. നിന്നുപോയ ചിലത് ഇന്ന് പകൽ ആരംഭിക്കട്ടെ. ചില വെളിപ്പാടുകൾ ഇന്ന് പകൽ തുറന്നു വരട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. വെളിപ്പാട് കാണേണ്ടവർ വെളിപ്പാട് കാണട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എന്റെ ആത്മാവിനെ പകരം പുത്രിമാർ പ്രവചിക്കുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം ആത്മാവിൽ പ്രവചിക്കട്ടെ. ഇവർ വെളിപ്പാടുകൾ കാണട്ടെ. ഇവിടെ അധരങ്ങളുടെ മേൽ, ഇവിടെ നാവിന്റെ മേൽ പുതിയ ദൂതുകൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. യെസ്. ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല ഒരഭിഷേകം ചലിക്കട്ടെ. ഇവരെല്ലാം പ്രവാചകന്മാരായി. ഓ ദൈവ സാന്നിധ്യം ഈ മക്കളുടെ മേൽ ഇന്ന് പകൽ ചലിച്ചു തുടങ്ങട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ തുറന്നു വരട്ടെ. കൃപാവരങ്ങൾ തുറന്നു വരട്ടെ. കൃപാവര ശുശ്രൂഷകൾ ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. പ്രാപിച്ചോ. ആരും നോക്കി നിൽക്കരുത്. അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ഇത് റൈറ്റ് ടൈമാണ്. പ്രാപിക്കേണ്ട സമയമാ. ഏറ്റെടുക്കേണ്ട സമയമാ. പ്രാപിക്കേണ്ട സമയമാ. എന്നോട് കർത്താവ് പറയുന്നു, ഈ 19ാമത്തെ ദിവസം ഇതിനകത്ത് ശക്തന്മാരായ അഭിഷിക്തന്മാരെ എഴുന്നേൽക്കുക. നിന്റെ കാല് വെക്കുന്നിടത്ത് ഭൂതങ്ങൾ ഇളകും. നിന്റെ കാല് വെക്കുന്നിടത്ത് പൈശാചിക ശക്തികൾ ഇളകി മാറും. നീ കാല് വെക്കുന്നിടത്ത് ദുർഭൂതങ്ങൾ ഇളകി മാറും. വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ ആയുധവർഗം വെപ്പിച്ച യേശുവിന്റെ കര ഇന്ന് പകൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഏറ്റെടുത്തോട്ടെ. ദൈവ സാന്നിധ്യം ഏറ്റെടുത്തോട്ടെ. ദൈവമഹത്വം ഏറ്റെടുത്തോട്ടെ. ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ, ഒരു വലിയ ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കുക. അത് മുട്ടോളമല്ല, അറിയോളമല്ല. ഓ റിബനകത്തെ റസത്തെ റിബിനികതോ റിബനകതലറബസി. ഓ ഈ കുഞ്ഞുങ്ങളുടെ മേലല്ല
നൂറ്റാണ്ടുകളിൽ നിന്ന് പോയത്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പോയത് ഈ കൊല്ലം ചർച്ചക്കോടിനകത്ത് ഇന്ന് പകൽ ആരംഭിക്കട്ടെ. പിതാക്കന്മാരുടെ കരങ്ങളാൽ ഉണ്ടായ ചിലത്, അവൻ നിന്നുപോയ ചിലത് ഇന്ന് പകൽ ആരംഭിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കര ഇന്ന് പകൽ ചലിച്ചു തുടങ്ങട്ടെ. ഈ 19ാമത്തെ പകൽ അസാധാരണ ദൈവമഹത്വം ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. Shabala Retele Rabana Katola Rasa Sanadala Ragasantala Ragasi Udachala Rabana Katele Ragasi Arantele Rabana Katala Rabasi പ്രവചിക്കേണ്ടവരെ പ്രവചിക്കട്ടെ. വെളിപ്പാട് കാണുന്നവർ വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽ നിന്റെ പകല കുഞ്ഞെ ഈ 19ാമത്തെ ദിവസം നിന്നുപോയ ചിലത് തുടങ്ങുന്ന പകലായി ദൈവം ഇന്ന് പകൽ മാറ്റട്ടെ. ദാസനെ, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, എനിക്കറിയില്ല നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവം വിശാലപ്പെടുത്താൻ പോവുക. ഒരു പൊതു ശുശ്രൂഷകനാക്കി നിന്നെ ഞാൻ വെളിയിലിറക്കും. നിന്റെ അധരങ്ങളുടെ മേൽ ആഴമായ പ്രവാചക ശബ്ദം ദൈവം വെളിപ്പെടുത്താൻ പോവുക. നിന്റെ പേര് മാറ്റും ദൈവം, നിന്റെ പേര് മാറ്റും. നിന്നുപോയ ചിലത് നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തും. സ്പെഷ്യലി ഭൂതങ്ങളുടെ മേൽ ഒരു ഭയങ്കര അതോറിറ്റി ദൈവം ഈ ദിവസം കൈമാറാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചോ. അത് ദൈവം കൈമാറാൻ പോകുക. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ പകരുക. എനിക്കറിയാം ഈ മീറ്റിംഗ് കഴിഞ്ഞ് അഭിഷേകത്തിന് ഇറങ്ങുമ്പോൾ, നിങ്ങളുടെ കാഴ്ചപ്പാട് വെക്കുമ്പോൾ ഒരു അസാധാരണ അഭിഷേകം ചലിക്കുമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. മീറ്റിംഗുകൾ കുറയാതെ റെസ്റ്റ് ഇല്ലാത്തതുപോലെ ഓടുന്ന, തെക്കോട്ടും വടക്കോട്ടും ഓടുന്ന ഒരു വ്യക്തിയുടെ അവൻ വ്യാപരിക്കുന്ന അഭിഷേകം ഇന്ന് പകൽ ദൈവം പകരുകയാ. കരമടിച്ച് ആരാധിച്ച് അന്യഭാഷ പ്രാപിച്ചവരെല്ലാം നിർത്തരുത്. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച്, അന്യഭാഷകളെ ദൈവത്തെ ആരാധിച്ച് നിങ്ങളുടെ അന്യഭാഷ മാറി വരും. അന്യഭാഷ പറയുന്നവർ അന്യഭാഷകളിലേക്ക് വരും. പുതുഭാഷകൾ ദൈവം നിങ്ങളുടെ നാവിൽ തരും. പുത്തൻ ഭാഷകൾ നിങ്ങളുടെ യാത്രങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുക. Oh, Ribana Cataleri. Yes. Oh, Rigatagar, Talaba, Nabaram, Talabam, Shabaram, Talaba. Udababar, Tabaram, Talari, Balaba, Nabaram, Tori, Kalada. Udagala, Nabaram, Talaba, Nor, Talara, Shabaram, Shalaba. Udababar, Balabar, Talari, Balaba, Nabaram, Tori, Balaba. Udagala, Nabar, Sivanabar, Ribalor. Udabala, Dibabe. Udaba, Dibabe. Audaba, Dibabe. Saude, Dibabe. Alkana, Digade. Udaba, Dibabe. Saude, Dibabe. Alke, Dibane. Udaba, Dibabe. Digadaba, Dibabe. Samdala, Dibabe. Udabe, Dibabe. Alkuna, Digade. Udaba, Dibabe. Udaba, Dibabe. Udagala, Dibabe. Simadaba, Dibabe. Udaba, Dibabe. Alkana, Bedi. Udagal, Kati. Udabala, Bedi. Saude, Dibabe. Udaba, Dibabe. Udabala, Dibabe. Udagala, Dibabe. Simadaba, Dibabe. Udabala, Dibabe. Alkuna, Digado. Simadaba, Dibabe. Udaba, Dibabe. Udagala, Dibadi. Simadaba, Dibabe. Udabe, Dibabe. Udabala, Dibabe. Udabe, Dibabe. Udaba, Dibabe. Udagala, Dibano. Simadaba, Dibabe. Udaba, Dibabe. Simadaba, Dibabe. Udaba, Dibabe.
എല്ലാ കെട്ടുകളും Jesus, Sanatala Santalar. Amen. നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുക. ഒരു നിമിഷം ഇരുന്നാട്ടെ. എനിക്കറിയാം, ഒരു നിയോഗം ദൈവം തന്നാൽ ആ നിയോഗത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ചലിക്കും. അതിനകത്തുനിന്ന് ചില പൊട്ടി വരും. ഞാനൊരു പ്രവചന ദൂത് ഇതിന് നടുവിൽ നിന്ന് ഉറക്കി പറയുക. പക്ഷേ ഈ ഉപവാസം നഷ്ടപ്പെട്ടു പോയ ചിലത് ഈ സഭ തിരിച്ചു പിടിക്കും. എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ചിലത് തിരിച്ചു പിടിക്കുന്ന ഒരു ഉപവാസമാണ്. ഓ ഹല്ലേലൂയ! ഞാൻ അതങ്ങ് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക കേട്ടോ. നിങ്ങൾ ഒത്തിരി നേരം ഇരുത്തില്ല. എന്താണ് യഹോവയുടെ ഭുജം? ഒന്നത് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസിനെ കാണിക്കുന്നു. മൂന്ന്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് എന്ത്? യഹോവയുടെ ഭുജം. ആമേൻ. അതാ നിങ്ങൾക്കറിയാമോ, ഈ മോശ പേടിച്ചത് ഫറവോനെ ഒന്നുമല്ല. ആണോ ഇല്ലയോ? അതിൻ്റെ തെളിവ് ഞാൻ ചോദിക്കുന്നില്ല, തെളിവ് ഞാൻ പറഞ്ഞു തരാം. മോശ ഭയപ്പെട്ടത് യഥാർത്ഥ ഭാഷയെ ആരെയല്ല, പറ. ഫറവോനെ ഒന്നും അല്ല അവൻ പേടിച്ചത്. അവൻ പേടിച്ചത് ഈ മിസ്രയീമിൽ 2 ചേട്ടന്മാരുണ്ട്. അറിയാമോ നിങ്ങൾക്ക്?
അവനെയാണ് പേടിച്ചത്. അവനെ മോശ ഒന്ന് ഭയപ്പെട്ടു. ഒന്നെടുക്കാമോ 2 തിമോഥെയോസ് 3:8 അത് വായിച്ചിട്ട് നമുക്ക് കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2 തിമോഥെയോസ് 3:8 3:8 എന്നേസും മറക്കല്ലേ ഈ 2 പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ആരൊക്കെയാച്ചാ? എന്നേസും അഭിഷിക്തനെ. ഈ മോശ ഭയപ്പെട്ട ഈ 2 ചേട്ടന്മാരെയാ. ആരൊക്കെയാ? എന്നേസും എംബ്രേസും. ഇവരാരാന്ന് കൂടി അറിയണ്ടേ? കൊട്ടാരത്തിലെ വടിയെ പാമ്പാക്കുന്ന ചേട്ടന്മാരാ. ബാബിലോണിലെ കൂടിമൂത്ത 2 മന്ത്രവാദികളുടെ പേരാ എന്ത്? എന്നേസും എംബ്രേസും. ഇവന്മാരെ പേടിച്ചിട്ടാ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞേ. പക്ഷേ സന്തോഷമാണോ? 5 മിനിറ്റ് കൂടി എടുത്താൽ കുഴപ്പമുണ്ടോ? എന്നാ കേട്ടോ, ഇവര് മോശ വടി ഇട്ടാൽ മോശയുടെ വടി എന്താകും? ഇവന്മാര് വടി ഇട്ടാലും എന്താകും? പാമ്പാകും. പിന്നെ ഒരു വ്യത്യാസമുണ്ട്, വടിയെല്ലാം പാമ്പാകും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഇവന്മാരുടെ വടിയെ മോശ വിഴുങ്ങും. അവിടം വരെ ഇവർ പഠിച്ചിട്ടുണ്ട്, അവിടം വരെ. പക്ഷെ മക്കളെ, അവർക്ക് ഈ NS എംബ്രേസിന് അറിയാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മറക്കരുത്. അവരുടെ വടിയെ മോശയുടെ പാമ്പ് വിഴുങ്ങിയാൽ അതിനെ ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനുള്ള മന്ത്രം അറിയില്ല. മനസ്സിലായവർ ഇങ്ങനെ ഹല്ലേലൂയ പറയില്ലേ? ആ ഹല്ലേലൂയക്ക് ഈ ശബ്ദമല്ല ഉണ്ടാകുന്നത്. ഹല്ലേലൂയ! എന്നേസും എംബ്രേസും സകല തരികിടം കാണിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വടി വിഴുങ്ങിയ വടിയെ തിരിച്ച് ഡെലിവറി ചെയ്യാൻ ഇവന്മാരുടെ 10 തലമുറ വിചാരിച്ചാൽ നടക്കത്തില്ല. അത്രമാത്രം വലുതാണ് ദൈവശക്തി. ഹല്ലേലൂയ! ഞാൻ ഇന്ന് പകൽ ഇവിടെ നിന്ന് പുസ്തകം പിടിച്ചുയർത്തിക്കൊണ്ടൊരു മമേൻ അരുളപ്പാട് നിങ്ങളോട് പറയുക. നിങ്ങളൊരു ആഭിചാരത്തെ പേടിക്കണ്ട, നിങ്ങളൊരു മന്ത്രവാദത്തെ പേടിക്കണ്ട. കാരണം അവനെ വിഴുങ്ങുന്ന ശക്തിയാ നിന്റെ മേൽ വ്യാപരിക്കുന്നത്, ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നത്, ഈ 19ാമത്തെ ദിവസം ഇതിനകത്ത് വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ! നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ ചിന്ത? ആമേൻ. ദൈവദാസന്മാരെ, നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ ചിന്ത? നിങ്ങളുടെ അകത്ത് വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ? അല്ലേ? നിങ്ങൾ അറിയണോ? നിങ്ങൾ ആരാന്നറിയണോ? യോഹന്നാൻ പറയാ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, സഹോദരങ്ങളെ, ഇതുകൂടി ഒന്ന് അറിയുന്ന നല്ലതാ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വല്ലവന്റെ അകത്തല്ല, നിന്റെ അകത്തായിരിക്കുന്നേ. നീ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകമാ. സഞ്ചരിക്കുന്ന പെട്ടകം. നിന്റെ അകത്തുനിന്ന് ഗ്ലോറി വരുന്നത്, നിന്റെ അകത്തുനിന്ന് മഹത്വം വരുന്നത്. ഒരു ഹല്ലേലൂയ പറ. നിന്റെ അകത്തുനിന്ന് സാന്നിധ്യം വരുന്നത്. ഞാന് സ്തോത്രം, ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇവിടെ അങ്ങ് പറയുക. ഈ എഫെസോസ് പട്ടണത്തിലെ പൗലോസ് പോയി അല്ലേ? പൗലോസ് 19ാം അധ്യായമാണ്. അവിടെ ചെന്ന് അതിൻ്റെ ഈ എഫെസോസ് പട്ടണത്തിൽ ചെന്നപ്പോൾ പൗലോസ് 12 പേരെ കണ്ടു. ആരെ കണ്ടു? നേരെ കൈ കൊടുത്തിട്ട്, ഏത് വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും ചോദിച്ചില്ല. ആകെ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? എന്ത് പ്രാപിച്ചോ? ഞാൻ പോകുന്നിടത്തൊക്കെ ഇന്ന് ചോദിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഇല്ലെങ്കിൽ ഇന്ന് പ്രാപിച്ചിട്ടേ പോകാവോ? പ്രാപിച്ചിട്ടേ പോകാം അല്ലേ? അന്നേ 800 അടി നീളം, 800 അടി 200 അടി വീതി, 85 അടി ഉയരമുള്ള ഒരു ദേവതയുടെ ക്ഷേത്രമുണ്ട് അവിടെ. അവിടെ എഫെസോസ് അർത്തമിസ് ക്ഷേത്രം 200 വർഷം കൊണ്ട് വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത പ്രതിമയാണ്. തല സ്ത്രീയുടെ രൂപം, ശരീരം മുഴുവൻ സ്തനങ്ങൾ കൊണ്ട് നിറയപ്പെട്ട വികൃത ശക്തി. അവള് ആസിയ പട്ടണം മുഴുവൻ
പിടിച്ചടക്കി വിരിക്കുക. നിങ്ങൾക്കറിയാമോ അവിടെ എഴുതിക്കുന്ന ഏഷ്യ മൈനർ എന്ന നെത്തുമെസ് ദേവി ഏഷ്യ ഒരു ഭൂഖണ്ഡം മുഴുവൻ അവൾ എന്ത് ചെയ്തു? അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഞങ്ങൾ ഈ തൊണ്ട കീറി ഇതിനെ ശാസിക്ക് പുറത്താക്കുന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയുന്നത് ഉപദേശിമാർക്ക് ഭ്രാന്താന്ന. അല്ലെന്നേ, പുസ്തകം അത് പറയുന്നതുകൊണ്ടാ അല്ലേ? ഇനി ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കെതിരെ ഒരു ആഭിചാരം ഏക്കത്ത്. അപ്പോൾ ഒരു പുള്ളി ഒന്ന് കമൻ്റ് ഇട്ടേക്കുക, ഇവരെപ്പോൾ പ്രസംഗിച്ചാലും ആഭിചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പൊന്ന് സഹോദര, വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഉണ്ട്, ആഭിചാരത്താൽ അവർ ദൈവജനത്തോട് എതിർത്ത് നിന്നു. ഞാനിവിടെ കയറി വന്നപ്പോൾ തൊട്ട് എന്നോട് കർത്താവ് പറയുക, ചില കുടുംബത്തിനെതിരായി കെട്ടിയ കെട്ട് ഈ 19ാമത്തെ വർഷം ഇന്ന് പകലഴിയും. നിന്റെ നന്മക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ കെട്ടിയ ചിലത് ഇന്ന് മക ദൈവം പൊട്ടിക്കുക. ഈ ഭുജം ഫറവോന്റെ ഭുജത്തെ തകർത്ത് വാഗ്ദത്ത ദേശത്തെത്തിച്ചു. 3, യഹോവയുടെ ഭുജം നിന്റെ പ്രോമിസ് നിവർത്തിയാക്കും. ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന് പറയാമോ? 1, യഹോവയുടെ ഭുജം ഡിവൈഡ് ചെയ്യും. 2, പ്രൊവൈഡ് ചെയ്യും. 3, നിന്റെ പ്രോമിസ് ദൈവം നിവർത്തിക്കും. ഇത്രയും കേട്ടില്ലേ? ഇത്രയും കേട്ടല്ലോ. ഇനി നമ്മൾ സഭ ഒരുമിച്ച് ഒരു വാക്യം ഞാൻ പറയും, നിങ്ങളത് ഏറ്റു പറയണം. ലാസ്റ്റ് വാക്യമാണ്, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, പണ്ടത്തതുപോലെ ഉണരുക. 54 വാക്യമാ. യഹോവയുടെ ഭുജമേ പണ്ടത്തതുപോലെ. അടുത്ത വാക്യം കേൾക്കണോ? അടുത്ത ശ്രദ്ധിച്ചോ. രേഖബിനെ വെട്ടിയതുപോലെ, പഴയ പാമ്പിനെ കുത്തിയതുപോലെ അങ്ങൊന്നുടരണം. എനിക്കിഷ്ടപ്പെട്ട വാക്കാ. യഹോവയുടെ ഭുജം ആരാ? യഹോവയുടെ ഭുജം ആരാ? യേശു. ആ യേശുവിന്റെ വെളിപ്പാട് യെശയ്യാവ് കണ്ടിട്ട് പറയാ, പണ്ടുണർന്ന പോലെ ഈ കൊല്ലത്ത്, ഈ ചർച്ചക്കോടിൽ ഇന്ന് 19ാമത്തെ ദിവസം ഒന്നുണരണമേ. എന്തിനെ വെട്ടിയതുപോലെ? രേഖബ്. മക്കളെ, വീട്ടിൽ ചെന്ന വാക്യം കുറിച്ചിട്ടിട്ട് വായിക്കുന്നത്. രേഖബ് എന്ന മലയാള വാക്കിന് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത് ഡ്രാഗൺ എന്ന വാക്കാണ്. എന്താണ് അത്? കണ്ടിട്ടുണ്ടോ? ചൈനീസ് ഹോട്ടലിൽ ചെന്നാൽ കാണാം ഈ ഡ്രാഗൺ, തീ തുപ്പുന്ന ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ഈ വാലും ചെതമ്പലും ഒക്കെ ഉള്ള, ഇതിൻ്റെ പേരാ ഡ്രാഗൺ. മലയാള ബൈബിളിലാ രേഖബ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാനത് ഇംഗ്ലീഷിൽ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഡ്രാഗൺ എന്ന. അതിനെ കുറച്ചുകൂടി മറ്റൊരു ഭാഷാന്തരത്തിൽ പഠിച്ചപ്പോൾ ഞാൻ കണ്ടത് കടലിൻ്റെ ദേവതയെന്ന. അപ്പൊ ഇസ്രായേൽ ജനത്തെ മുക്കാൻ തലപൊക്കിയ ഏതാ? കടലിൻ്റെ ദേവത. അതിൻ്റെ പേര്, മറ്റൊരു പേരെന്നാ? ഡ്രാഗൺ. ഒരു പഴയ പാമ്പ്. അതിനെ വെട്ടിയതുപോലെ ഇന്ന് നീ വെട്ടണം. കൊല്ലം പട്ടണത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന തീതുപ്പുന്ന രേഖബിനെ വെട്ടാൻ ഒന്ന് ചാടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്, അഭിഷേകത്തോടെ ചാടി എഴുന്നേറ്റ്, കരമടിച്ചൊന്ന് ആരാധിച്ച്, എന്നിട്ട് പറ, ഇന്ന് പകലാവും ആമേൻ പൂച്ച ഒന്ന് ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ച് എത്ര പേര് പറയോ ഹല്ലേലൂയ? കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കഷ്ടതകൾ ഏറും ദിനം തോറുമേ കന്ദവേഗം നീ വന്നിടാണ്. ചേർന്ന് പറ, കഷ്ടതകൾ ഏറും ദിനം തോറുമേ ചേർന്ന് ആനന്ദമേ പര
സ്വർഗീയ സന്തോഷമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിന്, ഈ പാതലത്തിൽ സൃഷ്ടിക്കാത്തവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് നീങ്ങിപ്പോ, നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ, നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ, യേശുവിൻ ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പാടിടും യേശുവേ.